അധ്യക്ഷൻ സഖാവ് സുരേഷ് ബാബു, ഇവിടെ സംസാരിച്ച സഖാവ് കൃഷ്ണദാസ്, സഖാവ് രാജേന്ദ്രൻ, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ അർത്ഥപൂർണമായ ഒരു സായാഹ്നമാണ് ഇപ്പോൾ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ സന്ദർഭം. മനുഷ്യരാശിയുടെ ചരിത്രത്തെ മാറ്റിയെഴുതിയ ഒരു മഹത്തായ വിപ്ലവത്തിൻ്റെ മഹാനായ ആസൂത്രകനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ്. സോവിയറ്റ് യൂണിയൻ ലോകത്തുണ്ടാക്കിയ മാറ്റം എന്നത് അന്ന് ജീവിച്ച ഒരു തലമുറക്ക് അത് നൽകിയ ഉൾക്കാഴ്ച, അത് നൽകിയ ആവേശം, അത് നൽകിയ ആത്മസമർപ്പണ ബോധം, അത് നമുക്ക് ഏത് ആലോചനയിലും ഏറ്റവും ആവേശം തോന്നുന്ന ഒന്നാണ്. ഈ ഭൂമുഖത്തിൻ്റെ എല്ലാ കോണുകളിലും ദുർബലനായ മനുഷ്യൻ്റെ വിമോചനത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് യുവാക്കൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളിൽ നേതൃത്വം നൽകാൻ സന്നദ്ധരായി കടന്നു വന്ന കാലമാണ്. ഏതിനെയും മനുഷ്യന് വെട്ടിപ്പിടിക്കാനാകും എന്ന് ഓരോ ദിവസ സംഭവങ്ങളും അക്കാലത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതുവരെ കണ്ട ഒരു ലോകത്തെയല്ല 1917 സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിലൂടെ നമുക്ക് കാണാനായത്. ലോകത്തുണ്ടായ എല്ലാ സംഭവവികാസങ്ങളോടും ആ പുതിയ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ പ്രതികരിച്ചുകൊണ്ടിരുന്നു. കേവല പ്രതികരണമല്ല, ഗുണപരമായ പ്രതികരണങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇവിടെ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ ഫാസിസത്തെ ഈ ഭൂമുഖത്ത് തോൽപ്പിക്കാനായി എന്നുള്ളത് തന്നെയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം ഇന്ന് ലോകത്തെ പുനർനിർണയിച്ച തരത്തിലേക്ക് മാറിയത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ ത്യാഗമാണ്. കോടിക്കണക്കിന് സോവിയറ്റ് പൗരന്മാരുടെ ജീവൻ ബലിയർപ്പിച്ചാണ് മനുഷ്യരാശിയെ ഫാസിസത്തിൽ നിന്നും മോചിപ്പിച്ചെടുത്തത്. ഫാസിസം തീവ്ര ചൂഷണത്തിൻ്റെയും എല്ലാ മനുഷ്യാവകാശത്തിൻ്റെയും എതിരായ അവസാനത്തെ വാക്കാണ്. അത് ലോകം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ കോടിക്കണക്കിന് മനുഷ്യർ ആത്മാർപ്പണം നടത്തിയത്. ശാസ്ത്രത്തിൻ്റെ, സാങ്കേതികവിദ്യയുടെ വിപുലമായ മുന്നേറ്റം ആ സോവിയറ്റ് യൂണിയൻ രൂപപ്പെടുത്തുകയുണ്ടായി. ബഹിരാകാശ യാത്രയിൽ, മറ്റിതര ശാസ്ത്ര മുന്നേറ്റത്തിൽ എല്ലാം റഷ്യ സൃഷ്ടിച്ച മുന്നേറ്റം അചിന്തനീയമായിരുന്നു. ഓരോ മുന്നേറ്റവും ആളുകളിൽ ആവേശമുണ്ടാക്കി. മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ കഴിയും, പട്ടിണി ഇല്ലാതാക്കാൻ കഴിയും, എല്ലാവർക്കും വീട് നൽകാനാവും, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനാവും, സാമൂഹ്യ തുല്യത ഉറപ്പാക്കാനാവും, മനുഷ്യൻ്റെ കായിക ശേഷി വളരും, കലാപരമായി സാംസ്കാരികമായി എല്ലാവർക്കും തുല്യമായി മുന്നേറാനുള്ള അവസരമുണ്ടാവും. ഒളിമ്പിക്സ് മത്സരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും. ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ ഘടന സൃഷ്ടിക്കാനാകും. ആ നിലയിൽ അത് മുന്നോട്ട് പോയി. ലോക മുതലാളിത്തം അതിലെ എല്ലാ മുന്നേറ്റങ്ങളെയും
7 പതിറ്റാണ്ട് കാലം പ്രതിരോധിച്ച് നിൽക്കാൻ, അതിനെ ദുർബലപ്പെടുത്താൻ സോവിയറ്റ് യൂണിയന് സാധിച്ചു. ആ സോവിയറ്റ് കാലം, സോവിയറ്റ് ചരിത്രം മനുഷ്യരാശിയുടെ തുടർ മുന്നേറ്റങ്ങളുടെ ഏറ്റവും വലിയ ഈടുവെപ്പാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പോൾ ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു വിപ്ലവം സൃഷ്ടിച്ച മഹാമുന്നേറ്റങ്ങൾ, വിവിധ തലത്തിലുള്ള അതിൻ്റെ വളർച്ച, അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഗുണപരമായ മാറ്റം. ലെനിനെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് തന്നെ വലിയ ആവേശമാണ്. ലെനിൻ മരിച്ചതിന് ശേഷം ലെനിനെ വിശകലനം ചെയ്തുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞു, ലെനിൻ്റെ പാർട്ടിയിൽ അംഗമാവുക എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ലെനിൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യമെന്നാണ് ലെനിൻ്റെ മരണാനന്തരം സ്റ്റാലിൻ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും അഭിമാനപൂർവം സഹജീവിയോടുള്ള താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവനോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടി മുന്നോട്ട് പോയി ചൂഷണം എന്ന് പറയുന്ന അതീവ മൃഗീയമായ മനുഷ്യബോധത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ലെനിൻ മനുഷ്യരാശിക്ക് വേണ്ടി സൃഷ്ടിച്ചത്. സ്വാഭാവികമായിട്ടും മാർക്സ്, ഏംഗൽസ്, ലെനിൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ, അവരുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ, അവരുടെ ജീവിത സംബന്ധിയായ ഓരോ കാര്യങ്ങളെയും സംബന്ധിച്ചിറങ്ങുന്ന പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കുമ്പോൾ തന്നെ നമുക്കത് വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകും. മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ മാർക്സിൻ്റെ എത്രയോ പുസ്തകങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് 2008 ലോക സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം വലിയ തോതിൽ മാർക്സത്തിൻ്റെ പുനർവായനകൾ നടക്കുകയുണ്ടായി. സൈദ്ധാന്തിക പുസ്തകങ്ങളുടെ പുനഃപ്രസിദ്ധീകരണങ്ങളുണ്ടായി, വ്യാഖ്യാനങ്ങളുണ്ടായി. അവരുടെ ജീവിതത്തെയും വലിയ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കി. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അതിൽ സമർപ്പിതമായ ദൈക്ഷണിക സത്യസന്ധത. അതാണ് പ്രതിലോമ ആശയങ്ങൾക്കില്ലാതെ പോകുന്ന ഒന്ന്, ദൈക്ഷണികമായ സത്യസന്ധതയാണ്. നമ്മൾ നേരിടുന്ന തീവ്ര ഹിന്ദുത്വത്തിന് ദൈക്ഷണിക സത്യസന്ധതയുണ്ട്. മുതലാളിത്തത്തിനോ സാമ്രാജ്യത്വത്തിനോ ചൂഷണത്തിൻ്റെ മറ്റേത് സൈദ്ധാന്തികമായ വിശകലനങ്ങൾക്കോ എവിടെയെങ്കിലും സത്യസന്ധതയുണ്ട്. ഇവിടെ ദൈക്ഷണിക സത്യസന്ധതയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് സത്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ മാർക്സിൻ്റെ ഒരു ജീവിതകാല പഠനങ്ങളുടെ ഉൽപ്പന്നമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതെല്ലാം സാമൂഹ്യ ശാസ്ത്ര ശാഖകളെ സൂക്ഷ്മ വിശകലനം ചെയ്തുകൊണ്ടാണ് ആ ഒരു ഒറ്റ പുസ്തകം എഴുതിയത്. അതിൻ്റെ പിന്നെ ത്യാഗത്തിൻ്റെ ഒടിയൊന്ന് നോക്കിയാൽ തന്നെ നമ്മൾ അത്ഭുതത്തോടു കൂടിയല്ലാതെ കാൾ മാർക്സിനെ കാണാൻ കഴിയും. ഒരു ജർമ്മൻ അഭയാർത്ഥി തനിക്ക് പൗരത്വമില്ലാത്ത ലണ്ടൻ നഗരത്തിലിരുന്നു കൊണ്ട് തൻ്റെ ജീവിത സൗഭാഗ്യങ്ങളുടെ എല്ലാം നിഷേധം പിന്തുടരുന്ന രഹസ്യ പോലീസ്, വളരെ പ്രയാസകരമായ ജീവിതാവസ്ഥ. അവിടെ നിന്നുകൊണ്ട് മാർക്സ് അന്ന് രൂപം കൊണ്ട് മുതലാളിത്തത്തെ സൂക്ഷ്മ വിശകലനം ചെയ്യുകയാണ്. ആ അപഗ്രഥനം, അതിലൂടെ ഒരു പുസ്തകം എന്നത് ഒരു ലേഖനം എഴുതുക, ഒരു പുസ്തകം എഴുതുക എന്ന കേവലമായ ഒരു കടമയുടെ നിർവഹണമല്ല. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ വികാസ പരിണാമത്തിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളെയും അപഗ്രഥന വിധേയമാക്കിയാണ് മാർക്സ് തൻ്റെ സിദ്ധാന്തം രൂപകൽപ്പന ചെയ്യുന്നത്. അതുവരെ ലഭ്യമായ
ശാസ്ത്രത്തിൻ്റെ, ഗണിതശാസ്ത്രത്തിൻ്റെ, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ വികസിത ദൈക്ഷണിക ശാഖകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഗാധമായ അവഗാഹം, ആ പഠനത്തിലൂടെ ശാസ്ത്രം അതിൻ്റെ വികാസ പരിണാമത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ യുക്തിഭദ്രമായി സത്യസന്ധമായി സാമൂഹ്യ ജീവിതത്തിലും അതിൻ്റെ ചലനങ്ങളിലും ഒരു ശാസ്ത്ര യുക്തിപരമായ ചലനാത്മകതയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കടഞ്ഞെടുക്കുകയാണ് മാർക്സ് ചെയ്തത്. അത് പരമമായ സത്യത്തെ, വർഗസമരത്തെ, മനുഷ്യ വളർച്ചയുടെ മുന്നേറ്റങ്ങളിലെ വൈരുദ്ധ്യാത്മകതയെ, അതിൻ്റെ യുക്തിഭദ്രതയെ സ്ഫുടം ചെയ്തെടുത്തു മാർക്സ്. ലോക തൊഴിലാളി വർഗത്തിന് ചൂഷണം നിലനിൽക്കുന്നിടത്തോളം പൊരുതി മുന്നേറാനും വിജയിക്കാനുമുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധത്തെയാണ് മാർക്സ് കണ്ടെടുത്ത് മനുഷ്യരാശിക്ക് നൽകിയത്. ആ വളർച്ചയിൽ, ആ പഠനത്തിൽ ഏംഗൽസ്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ലോകത്ത് ഒരേ ഏംഗൽസേ ഉണ്ടാവുമെന്ന് എനിക്ക് ഏംഗൽസിനെ കുറിച്ച് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ ദൈക്ഷണിക വളർച്ചയുള്ള, മാർക്സിനോടൊപ്പം കിടപിടിക്കാവുന്ന നല്ല പഠനമുള്ള, അറിവുള്ള, അറിവിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന വളരെ വ്യത്യസ്ത. ഞാനെൻ്റെ ഇപ്പം അതിലേക്ക് പോകുന്നില്ല മുഴുവനായിട്ട്. ഓരോ ചലനത്തിലും തൊഴിലാളി വർഗത്തോടുള്ള കൂറ്, മാർക്സ് നിർവഹിക്കുന്ന മഹത്തായ സാമൂഹ്യ ദൗത്യത്തിൽ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ചുള്ള ശരിയായ അവബോധം, ആ വിശകലനങ്ങളിൽ നിന്ന് രൂപം കൊടുക്കുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ഗഹനമായ സംവാദങ്ങൾ. അവരാഹ്ലാദിച്ചിരുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ട് ആഹ്ലാദിച്ചു, അല്ലെങ്കിൽ മറ്റേ ഒരു പുതിയ രജനീകാന്ത് സിനിമ പാലക്കാട് റിലീസ് ചെയ്തപ്പോൾ അത് പോയി കണ്ട് പടയപ്പ കണ്ട് തിരിച്ചു വന്ന ആഹ്ലാദം. അങ്ങനെ ആഹ്ലാദങ്ങൾ പലതരത്തിലുണ്ട്. മാർക്സും ഏംഗൽസും ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച ഒരു സന്ദർഭം മുതലാളിത്തത്തിൻ്റെ ഒരു സവിശേഷത, അത് മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിദായകമായ അവസ്ഥയെക്കുറിച്ചുള്ള. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രതിസന്ധിദായകമായ അവസ്ഥയാണ് എന്ന് തൻ്റെ പഠനങ്ങളിലൂടെ അപഗ്രഥനം ചെയ്ത മാർക്സ് ആ പഠനങ്ങൾ ഒരു കത്തായി ഏംഗൽസിന് അയച്ചു കൊടുത്തു. ഏംഗൽസ് അത് വായിച്ചു. രണ്ടുപേരും പിന്നീട് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ദീർഘമായ സംഭാഷണത്തിലൂടെ അത് വീണ്ടും വിശകലന വിധേയമാക്കി. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ആദ്യത്തെ മുതലാളിത്ത പ്രതിസന്ധി രൂപപ്പെട്ടു. അന്നാണ് അവർ ഏറ്റവും ആഹ്ലാദിച്ചത്. ഒരു ശാസ്ത്ര ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ യുക്തിഭദ്രമായ സത്യം മുതലാളിത്തത്തെ സംബന്ധിച്ചിട്ടത് പ്രാവർത്തികമാവുന്നു എന്നത്, അത് വിശകലനം ചെയ്തുകൊണ്ടുണ്ടായ വലിയ ആഹ്ലാദം. ഇവിടെ ഇപ്പോൾ 2008 ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമുണ്ടായി. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇവിടെ എന്താ പ്രചരിപ്പിച്ചത്? സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പ്രചരിപ്പിച്ചത് ഇനി മുതലാളിത്തത്തിന് ഒരു പ്രതിസന്ധി ഇല്ല. അപ്പോൾ മുതലാളിത്തത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞൊക്കെ തെറ്റിപ്പോയി. മുതലാളിത്തം അങ്ങനെ ഏകമുഖമായി മുന്നോട്ട് പോകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും തട്ടുതടവുകളും ഒന്നുമില്ലാതെ ലോകത്തിൻ്റെ മനുഷ്യ വികാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം എന്നുള്ള നിലയിൽ മുതലാളിത്തം മുന്നോട്ട് പോകും. ഏകധ്രുവ ലോകം ഉണ്ടാവും. അതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും സോഷ്യലിസ്റ്റുകാരും പറഞ്ഞൊക്കെ തെറ്റി. വെറുതെ നടക്കുകയാണ് കുറേ കമ്മ്യൂണിസ്റ്റുകാരുടെ. നമ്മളൊക്കെ ജീവിതം പോയി. നമ്മുടെ ജീവിതം പോയി പറഞ്ഞാൽ നമ്മുടെ ഭൂതകാലം മുറിഞ്ഞുപോയി. 30-40 കൊല്ലം തേറ്റ് കിടന്നുണ്ടല്ലോ. അവനാ 40 കൊല്ലം കളഞ്ഞ ഒരാളായി, വിവരമില്ലാത്തവനായി. കമ്മ്യൂണിസം തോറ്റു എന്ന് പറയുമ്പോൾ കേവലമായൊരു തോൽവിയല്ലത്. ഇതേറ്റ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടേ. അവരെല്ലാം ജീവിതം പാഴായിപ്പോയില്ലേ? അങ്ങനെയല്ലേ പ്രചരിപ്പിക്കപ്പെട്ടത്? വൃഥാവിലായിപ്പോയ മൂല്യങ്ങളുടെ
വിവരമില്ലാത്ത കാവൽക്കാരാണ് നമ്മൾ എന്നാണ് ആക്ഷേപം. ഒരിക്കലും നടക്കാത്ത വിപ്ലവം സ്വപ്നം കാണുന്നവരാണ് എന്ന കളിയാക്കലും. അവരൊക്കെ ഞെട്ടിച്ചില്ലേ 2008 സാമ്പത്തിക പ്രതിസന്ധി? വലിയ ധനസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയില്ലേ? ദശലക്ഷക്കണക്കിന് മനുഷ്യന്റെ സമ്പാദ്യം ഇല്ലാതായില്ലേ? ആളുകൾ നാട് വിട്ടുപോയില്ലേ? ബാങ്ക് നൽകിയ വീട് എടുത്തു കൊണ്ടുപോയിക്കൊന്നു പറഞ്ഞില്ലേ? ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയ കാറും കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? വീടടച്ചു പൂട്ടി കാറിൽ കിടന്നുറങ്ങിയില്ലേ? മുതലാളിത്തെ ഞെട്ടിത്തെറിച്ചുമില്ലേ? എന്താ അമേരിക്കയിലല്ലേ സംഭവിച്ചത്? അവിടെ നിങ്ങൾ ലോകം മുഴുവൻ നടന്നില്ലേ, വ്യാപിച്ചില്ലേ? ഏതെങ്കിലും ഒരു നാട്ടിൻപുറം അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കാതെ പോയോ? നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നല്ലോ ഭൂമി കച്ചവടക്കാർ. രാവിലെ ഉണ്ടിറങ്ങും. എന്താ പരിപാടി? ഭൂമി കച്ചവടം. ഈ പറമ്പിന് എന്താ വില? 1 ലക്ഷം റുപ്യ. പിറ്റേന്ന് അത് വിറ്റു 5 ലക്ഷത്തിന്, പിറ്റേന്ന് 25, പിറ്റേന്ന് 35 ലക്ഷത്തിന്. ഇങ്ങനെ കുറച്ച് വിൽപ്പനക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു 10 ആ കാലത്ത്. അവരപ്പോൾ കാണണ്ട. എല്ലാ സമ്പാദ്യമൊക്കെ പൊട്ടി മുടിഞ്ഞ് അങ്ങ് പോയി. വിൽപ്പനക്കാരില്ല എന്നല്ല, അന്നത്തെ ഒരവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ ആൾക്കാർ നമ്മോട് വയ്ക്കും പറമ്പ് വെക്കണോ. കല്യാണത്തിന് ചോറുണ്ടുമ്പോൾ തോളത്ത് തട്ടിയിട്ട് വയ്ക്കും നിങ്ങളെ പറമ്പ് വെക്കണോ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ. എന്താ വളർച്ച! അവിടെ ആ മാർസത്തിൻ്റെ ശരികൾ, ആ വിശകലന സമ്പ്രദായം രൂപപ്പെടുത്തിയ ശരികൾ, അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതാവസ്ഥകളിൽ, നമ്മുടെ തൊട്ടു മുന്നിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തൊട്ട് കൺമുമ്പിൽ അത് സംഭവിക്കേണ്ടായി. അതിനിപ്പോഴും പൂർണ്ണമായിട്ടും നമ്മൾ പുറത്തേടിയില്ല. നിർമ്മല സീതാരാമന്മാരും നരേന്ദ്രമോദിമാരും ഗ്യാരണ്ടി ഒക്കെ വരുന്നുണ്ടോ? വെറും കപട ഗ്യാരണ്ടിയാ. മനസ്സിലായില്ലേ? ഗ്യാരണ്ടി കണക്കാക്കിയിട്ട് സാധനം വാങ്ങിയാൽ പിന്നെ ചെല്ലുമ്പോൾ പൈസയോടെ വാങ്ങി വയ്ക്കും. 5 കൊല്ലത്തെ ഗ്യാരണ്ടിയാ. കാർഡും കയ്യിൽ തരും. നിങ്ങൾ റിപ്പയറിനെല്ലാം ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഈ സ്ക്രൂവിന് ഗ്യാരണ്ടി ഇല്ലാന്ന് പറയും. നമ്മളെ നന്നാക്കാൻ കൊണ്ടിരുന്ന സാധനത്തിലേ അതിന് പൊതുവായിട്ടൊരു ഗ്യാരണ്ടി ഉണ്ട്, പക്ഷേ ഈ സ്ക്രൂവിന് ഗ്യാരണ്ടി ഇല്ല. അവിടെ കാശൊന്നും പോയാൽ മതി പറയുന്നത്. തട്ടിപ്പ് ഗ്യാരണ്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പം ഗ്യാരണ്ടി എന്നുള്ളത് മാറ്റി വാറണ്ടി എന്നാക്കിയിട്ടുണ്ട്. പണ്ടത്തെ ഗ്യാരണ്ടി ഇപ്പം ഇല്ല, അതൊരു വാറണ്ടി ആക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവില്ല. ഇവർ അതുപോലെ ആയിരുന്നില്ല ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവർ ഈ പറയുന്നതല്ല യാഥാർത്ഥ്യം. അപ്പോൾ സാമൂഹ്യ വികാസ മുന്നേറ്റത്തെ വിശകലനം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാടിൻ്റെ ദൈക്ഷണിക സത്യസന്ധമായ തത്വശാസ്ത്ര വിശകലനം അത് മാർക്സും തയ്യാറാക്കി. ആ രൂപത്തിൽ മാർക്സ് തയ്യാറാക്കിയ പ്രത്യയശാസ്ത്രം പ്രയോഗത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും തൊഴിലാളി വർഗം അത് ഏറ്റെടുക്കുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാർക്സത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ സത്യസന്ധത തന്നെ, ഇതിങ്ങനെ കയ്യിപ്പിടിച്ച് കൊണ്ടുനടക്കാനുള്ളൊരു മത അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത അങ്ങനെയൊന്നും അത് പറഞ്ഞിട്ടില്ല. ഇതാ ഈ വഴിക്കൊന്ന് പോയി നോക്കാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. അത് ശരിയായൊരു വഴിയാണ്. ആ സത്യാന്വേഷണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാം, ഈ സമൂഹത്തെ പരിവർത്തനം ചെയ്യാം എന്ന് തെളിയിക്കാൻ പിൽക്കാല മാർക്സിസ്റ്റുകൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ആശയ സംവാദങ്ങളിലേക്കും ഇപ്പോൾ കടന്നു പോകുന്നില്ല. കൗതുകരമായ ഒറ്റ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ലെനിൻ്റെ പ്രായം 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്നിവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മികച്ച രചനകൾ ആരംഭിക്കുന്നത് 26-ഉം 27-ഒക്കെ വയസ്സായപ്പോഴാണ്. ഞാനിവിടെ പേര് സൂചിപ്പിച്ച 3 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളുടെയും ഏറ്റവും വലിയ പ്രത്യേകത 30 വയസ്സിന് മുമ്പാണ് അവരിതൊക്കെ അതിലെ ഏറ്റവും വലിയ ഈ രചനകളിലേക്ക് കിടക്കുന്നത്. മാനിഫെസ്റ്റോ എഴുതുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറുപ്പക്കാർ എന്തിയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ മാനിഫെസ്റ്റോ എഴുതുമ്പോൾ 30-ൻ്റെ താഴെ പ്രായം. ലെനിൻ പ്രധാനപ്പെട്ട രചനകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 30-ൽ താഴെ പ്രായം. എന്തായിരിക്കും അവരുടെ ദൈക്ഷണികമായ അവസ്ഥ? ആ ചെറുപ്പക്കാരുടെ അത്രയും വലിയ ദൈക്ഷണിക മുന്നേറ്റം, പഠനം, മനനം, പോരാട്ടവീര്യം, സംവാദം, തങ്ങൾക്ക് ചുറ്റുമുള്ള തെറ്റിൻ്റെ വഴികൾ ശരിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ മാർഗത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ
അതിനെ ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയ വലിയ ഇടപെടലുകൾ. ലെനിൻ്റെ 1917 വിപ്ലവപൂർവ്വ കാലം ജയിലിൽ കിടന്നും ഒളിവിൽ കിടന്നും ഒറ്റപ്പെട്ടും നിരാശനായി ആവേണ്ടി വരും എന്ന് തോന്നിയ സന്ദർഭങ്ങളും എല്ലാം അതിജീവിക്കില്ലേ? ഒളിവിൽ നിന്ന് റഷ്യയിലേക്ക് തിരിച്ചു വരുന്ന ലെനിൻ എത്ര വലിയ സ്വീകാര്യനായാണ് തിരിച്ചു വരുന്നത്. ജയിലിൽ കിടന്നതും ഒളിവിൽ കിടന്നതുമെല്ലാം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനായിരുന്നു. അതിൻ്റെ വഴികൾ കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാണ് ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തെ, അതാണ് അവൻ്റെ സമരോത്സുകതയെ രൂപപ്പെടുത്തണം. ആ സമരോത്സുകതയ്ക്ക് കേവല സാമ്പത്തിക ലാഭത്തിൻ്റെ കള്ളികളിൽ ഒതുക്കി നിർത്താതെ അതിനെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന പൊതുബോധമാക്കി എല്ലാവരെയും അതിൽ ഒന്നിപ്പിക്കാൻ കഴിയുക, അതിന് സഹായകരമായ രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുക. സ്റ്റാലിൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും അഭിമാനത്തിൻ്റെ അടയാളമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തിയെടുക്കുകയാണ് ലെനിൻ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേവലമായിട്ട് ഇങ്ങനെ ഒരു പട്ടാളത്തിലെടുക്കുന്ന പോലെ പോലീസിലെടുക്കുന്ന പോലെ അളവും തൂക്കവും നോക്കി എടുക്കുന്ന ഒന്നല്ല. അങ്ങനെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അച്ചടക്കമൊക്കെ ഉള്ളതുകൊണ്ട് ചിലർ പട്ടാളത്തിൻ്റെ ചിട്ട അച്ചടക്കം, പോലീസിൻ്റെ അച്ചടക്കം, അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ചടക്കം എന്ന് ഇരിക്കും. കമ്മ്യൂണിസ്റ്റുകളുടെ അച്ചടക്കം പോലീസിൻ്റെ അച്ചടക്കും പട്ടാളത്തിൻ്റെ അച്ചടക്കമില്ല. തലച്ചോറുകളുടെ തൊട്ടടുത്തിരിക്കുന്ന സഹജീവിയോടുള്ള സ്നേഹം ഏറ്റവും ഉദാത്തമാക്കിയെടുത്തുകൊണ്ട് സ്വയം തൊഴിലാളി വർഗ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിനായി സമർപ്പിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു അച്ചടക്കമാണ്. അച്ചടക്കം എന്ന വാക്കിൻ്റെ തന്നെ മൂല്യത്തെ അത് അനേക ശതം ഉയർത്തുന്നുണ്ട്. ചൂഷിതന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനുള്ള അച്ചടക്കമാണത്. വലിയൊരു മഹത്തായ പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തിൽ തന്നെ വിപ്ലവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അച്ചടക്കമാണത്. ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തെയും മുറിച്ചു കടക്കാൻ കഴിയുമെന്ന് ശത്രു കരുത്താർജിക്കുന്നിടത്ത് ആത്മവിശ്വാസത്തിൻ്റെ അഗ്നി ശലാകകളെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള പോരാട്ട വീര്യമാണത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതാണ്, കമ്മ്യൂണിസ്റ്റുകാരനുള്ളതാണ്. അതിലേക്ക് മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ തൊഴിലാളി വർഗ മുന്നേറ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ രൂപകൽപ്പന ചെയ്ത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രയോഗത്തെ, അതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളെയും വളരെ ഹ്രസ്വമായ ഒരു കാലപരിധിയിൽ രൂപപ്പെടുത്തുകയാണ് ലെനിൻ ചെയ്തത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമൂഹ്യ വിശകലന രീതികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ സമയ പ്രവർത്തകർ, അതുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, സ്വയം സമർപ്പിതമായ പ്രസ്ഥാനത്തിന് നമ്മൾ കീഴടങ്ങുമ്പത്തിന് കാണിക്കേണ്ട ആ സത്യസന്ധതകൾ, അതിനോടൊപ്പം തന്നെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്താൻ വേണ്ടി വരുന്ന പ്രചരണങ്ങൾ, പത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, അതിൻ്റെ ശരിയായ ഉപയോഗപ്പെടുത്തലുകൾ, ഒരുപാട് കാര്യങ്ങളാണത്. ഓരോന്നും നമുക്ക് വേറെ വേറെ വിശകലനം ചെയ്യാം. ഈ എല്ലാ സൂക്ഷ്മാംശങ്ങളെയും ലെനിൻ രൂപപ്പെടുത്തി. എന്നിട്ടോ ശത്രുവിനെ എവിടെ ആക്രമിക്കണം എന്ന് സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണി കണ്ടെത്തി ആക്രമിക്കാൻ കഴിയുന്ന രൂപത്തിൽ മുതലാളിത്തത്തെക്കുറിച്ചുള്ള ശരിയായ വിശകലനം നടത്താനായി. മുതലാളിത്തം ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ ചൂഷണത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി അത് രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ചാണ് മാർക്സ് വിശകലനം ചെയ്തത്. ആ മുതലാളിത്തത്തിന് വരുന്ന രൂപപരിണാമങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്യാൻ ലെനിന് സഹായിച്ചുകൊണ്ടാണ് റഷ്യയിൽ വിപ്ലവം നടത്താൻ കഴിഞ്ഞത്. ഇന്നത്തെ മുതലാളിത്തത്തിൻ്റെ രൂപം ഇതാണ് എന്ന് ലെനിൻ കൃത്യമായി വിലയിരുത്തി. ലെനിന് ശേഷം വന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് മുതലാളിത്തത്തിൻ്റെ ഒരു കരുത്തിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അത് മുതലാളിത്തത്തിന് കാലാനുസാരിയായി സ്വയം മാറി ചൂഷണത്തിന് നിലനിർത്താൻ വേണ്ടി സ്വീകരിക്കുന്ന വ്യത്യസ്ത അടവുകളുടെ ഉള്ളടക്കത്തെ വേണ്ടത്ര പിൽക്കാല കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോഴാണ് ശീതയുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാർക്ക് തിരിച്ചടി ഉണ്ടാവുകയും
മുതലാളിത്തം പുതിയ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ നവീകരണ ശേഷിയാണ് അത് ഉപയോഗിച്ചത്. അത് പിൽക്കാലം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്ന ഗഹനമായൊരു വിഷയമാണത്. ഏതായാലും അന്നത്തെ മുതലാളിത്തത്തെ, അതിൻ്റെ പരിണാമം സംഭവിച്ച മുതലാളിത്തത്തെ, സാമ്രാജ്യത്വത്തെ മനുഷ്യരാശിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു ലെനിൻ. അതുകൊണ്ട് പ്രയോഗത്തിൻ്റെ മേഖലയിൽ ഈ മുതലാളിത്തത്തിൻ്റെ വിവിധ സ്വഭാവ രീതികളെ അത് വിശകലനം ചെയ്തു. അന്നത്തെ മുതലാളിത്തത്തിൻ്റെ ആ വിശകലനത്തിലൂടെ മുതലാളിത്തത്തിൻ്റെ ഒരു ദുർബലമായ കണ്ണി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ആദ്യത്തെ വിപ്ലവം ലെനിൻ നടത്തി. അവിടുന്ന് അങ്ങോട്ടുള്ളത് ചരിത്രമാണ്. ഇപ്പം ലെനിൻ്റെ 100ാം ചരമവാർഷികം ആചരിക്കുമ്പോൾ ലോകത്ത് നിന്ന് മാർക്സിസമോ ലെനിനിസമോ ഒന്നും ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും എത്രയോ മനുഷ്യർ അവരുടെ പ്രതീക്ഷയായി, ജീവിതത്തിൻ്റെ കരുത്തായി ആശയത്തെ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ ലോകത്ത് ചൈന നിലനിൽക്കണല്ലോ. വെറുതെ നിലനിൽക്കണോ ചൈന? വലിയ ശക്തിയായിട്ടില്ലേ? ഒരു ശീതയുദ്ധം അവസാനിച്ചു, ഇല്ലാതായി കമ്മ്യൂണിസം. 70 കൊല്ലത്തെ മുതലാളിത്ത പോരാട്ടത്തിൽ, മുതലാളിത്തം നടത്തിയ പരിശ്രമത്തിൽ ഇല്ലാതായോ? ചൈനയോടൊക്കെ നിൽക്കല്ലേ? ചൈന, റഷ്യ, ഇന്ത്യ, ഇവിടെയൊക്കെ പുരോഗമന മൂല്യങ്ങൾ വിജയിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? ലോകത്തിലെ പകുതിയിലേറെ സ്ഥലത്തപ്പോൾ സാമൂഹ്യ മാറ്റമുണ്ടോ? ഞാനൊരു വാചകം പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോഴും ലോകത്ത് സാമ്രാജ്യത്വത്തോട് മുഖാമുഖം ഏറ്റുമുട്ടി തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് തന്നെയാണ്. സാമ്രാജ്യത്വം ആ മുന്നേറ്റത്തെ തടുക്കാൻ ലെനിൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്തേക്ക് നോക്കൂ നിങ്ങൾ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ലോകാവസ്ഥയിലേക്ക് നോക്കൂ. എത്ര യുദ്ധങ്ങളാണ്, എത്ര മനുഷ്യരാണ്. ഇപ്പോഴും ഒരു ദിവസം 250 ആളെ ആ കൊച്ചു പ്രദേശത്ത് ഗസയിൽ കൊല്ലുകയാണ്. 250 ആളെ ഒരു ദിവസം. എത്ര? പാലക്കാട് ജില്ലയെക്കാളും ചെറിയൊരു സ്ഥലത്ത് എല്ലാ ദിവസവും 250 പേർ കൊല്ലപ്പെടുമ്പോൾ അതിൽ 90 പേര് കുട്ടികളാണ്. ജനിച്ച കുട്ടിക്കും, കളിക്കാൻ പോകുന്ന കുട്ടിക്കും, സ്കൂളിൽ പോകുന്ന കുട്ടിക്കും അമ്മ നൽകുന്നത് എന്താ? ഉമ്മ കൊടുക്കുന്നത് പോലെ തന്നെ സ്വന്തം ശരീരത്തിൽ ഒരു കൈയിൽ കുട്ടിയുടെ പേരെഴുതി വയ്ക്കുക. എല്ലാ കുട്ടിയുടെയും കൈകളിൽ പേരെഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ഒരു കൂട്ടമായി കൊല്ലപ്പെട്ട ഇടത്ത് നിന്ന് തൻ്റെ സ്വന്തം കുട്ടിയുടെ മൃതശരീരം തിരിച്ചെടുക്കാൻ അമ്മമാർ കൈകളിൽ പേരെഴുതി സ്കൂളിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കുന്ന ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോൾ ആഹ്ലാദിച്ചവരുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് സാമ്രാജ്യത്വം യുദ്ധത്തിൻ്റെ രൂപത്തിൽ ഇതാ നമുക്ക് ഉത്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിന് എല്ലാ ദിവസവും യുദ്ധങ്ങൾ ഉണ്ടാവില്ലേ? പുതിയ യുദ്ധങ്ങളും ഓരോ പുതിയ യുദ്ധവും മനുഷ്യനെ കൊല്ലാനുള്ള പുതിയ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കല്ലേ? 3600 ബോംബാണ് ഇറാഖിലിട്ടത്. 29,000 ബോംബാണ് ഈ കൊച്ചു ഗസയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോക വിപ്ലവ പ്രസ്ഥാനത്തിന് ഉണ്ടായ ഒരു തിരിച്ചടി മനുഷ്യരാശിയുടെ മുകളിലുണ്ടാക്കിയ അക്രമത്തിൻ്റെ ആഴം എത്ര വലുതാണ്? ഉണങ്ങാത്ത കണ്ണീരാണ്. അത് മനുഷ്യരാശിക്ക് മുതലാളിത്തത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു, സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ യുദ്ധസ്ഥലങ്ങൾ തുറക്കപ്പെടുകയാണ്. മുതലാളിത്തത്തിൽ നിലനിൽക്കാനാണ്. മുതലാളിത്തത്തെ നിലനിർത്തുന്ന ആയുധ നിർമ്മാണ കമ്പനികൾ, കുത്തകകൾ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ, അവരുൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പുതിയ യുദ്ധ ഉപകരണങ്ങൾ, പുതിയ ഡ്രോണുകൾ, യുദ്ധതന്ത്രങ്ങൾ, സൈനികനില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. വാർ റൂമിലിരുന്നു കൊണ്ട് കമ്പ്യൂട്ടറിൽ ഒരാളെ അടയാളപ്പെടുത്തിയാൽ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ആളെ മാത്രം കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്ന പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം ഒക്കെ നടക്കുക. അതിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ട്, അതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നു. അത് നമുക്ക് അതിനൊരു അത്ഭുതം തോന്നുന്ന
തരത്തിലാണ് ഇന്ന്. എപ്പോഴാണ് എവിടെയാണ് ഇത് തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്ര ഒരുതരം വിഷാദാത്മകത, ഭീതി, അതിൻ്റെ ഭീതി നിലനിൽക്കുന്നുണ്ട് ലോകത്ത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല, തൊട്ടടുത്ത് നടക്കുകയാണ്. എവിടെ നടന്നാലും ഇവിടുന്ന് ആൾ വരിക, അവിടുന്ന് ഇങ്ങോട്ട് ആൾ വരുന്നുണ്ട്. ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോഴാണല്ലോ നമ്മൾ ഇത്രയേറെ ആൾക്കാർ ഉക്രൈനിലേക്ക് പോയി നമ്മൾ തന്നെ അറിഞ്ഞു. എത്ര ആളാ? എവിടെയും നമ്മളുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ്, അനുഭവിക്കാൻ. അപ്പോൾ ഈ മുതലാളിത്തം നടത്തുന്ന മനുഷ്യത്വഹീനമായ, മൃഗീയമായ എല്ലാ ചൂഷണത്തെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞ കാലമുണ്ടായി, പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രയോഗശാസ്ത്രമുണ്ടായി. നാളെ ഇതിനെ മുറിച്ചു കിടക്കാൻ കഴിയാൻ നമുക്ക് സഹായകരമായ തരത്തിലുള്ള പ്രത്യയശാസ്ത്രം, അതിൻ്റെ വിശകലന സമ്പ്രദായങ്ങൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. തൊഴിലാളി വർഗത്തിന് തോറ്റു മടങ്ങാനാവില്ല, അത് മുന്നേറുക തന്നെ ചെയ്യും. അപ്പം ആ മുന്നേറ്റത്തിൻ്റെ വളർച്ചയെ തടയാൻ മുതലാളിത്തം പരിശ്രമിക്കുകയും ചെയ്യും. തർക്കരഹിതമായ വസ്തുതയാണ്. 70 കൊല്ലത്തെ സോവിയറ്റ് കാലം ശീതയുദ്ധത്തിൻ്റെ കാലമാണ്. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ലോക സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളാകെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ കാലമാണ്. അതോടൊപ്പം ആ സോവിയറ്റ് യൂണിയൻ ലോകത്താകെയുള്ള മനുഷ്യരാശിക്ക് മഹാസംഭാവനകൾ അർപ്പിച്ച കാലവുമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ കാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാകട്ടെ വലുതോതിലുള്ള രാഷ്ട്രീയ വലതുപക്ഷവൽക്കരണം നടക്കുന്ന ഒരു കാലം. ആ രാഷ്ട്രീയ വലതുപക്ഷവൽക്കരണം എന്നത് പുതിയ മുതലാളിത്തം, സർവദേശീയ ധനമുതലാളിത്തം, അതിൻ്റെ പുതിയ ചൂഷണ രീതികളിൽ പാവപ്പെട്ടവൻ്റെ മേലെ പിടിമുറുക്കാൻ മധ്യകാല മൂല്യങ്ങളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ വളർത്തുന്ന മധ്യകാല മൂല്യബോധത്തെ ഉദ്ദീപിപ്പിച്ചെടുത്തുകൊണ്ട് രൂപപ്പെടുത്തുന്ന മൂല്യബോധം വലതുപക്ഷ രാഷ്ട്രീയത്തെ സൃഷ്ടിക്കുകയാണ്. അത് മുതലാളിത്ത പരിമിതികളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നു. ആ വ്യവസ്ഥയുടെ പരിമിതികൾ ഇന്ന് വളരെ ശക്തമാണ്. ഒരു വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തത്തിൻ്റെ പരിമിതികൾ വളരെയേറെ വ്യക്തമാവുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന തകർച്ചകളുണ്ട്. പട്ടിണിയായി, ദാരിദ്ര്യമായി, തൊഴിലില്ലായ്മയായി, മറ്റിതര സാമൂഹ്യ ദുരിതങ്ങളായി എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ അത് മുന്നോട്ട് വരുമ്പോൾ അതിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ വലിയ തോതിൽ മധ്യകാല മൂല്യബോധത്തെ, ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ മുതലാളിത്തം ഇന്നത്തെ മുതലാളിത്തം, ധനമുതലാളിത്തം ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയ മൂല്യബോധം രൂപപ്പെട്ടു വരുന്നത്. പല രാജ്യങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. അമേരിക്കയിൽ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ബ്രസീലിൽ ബോൾസനാരോ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, എർദോഗാൻ അവിടെ നമ്മുടെ ടർക്കിയിൽ തുടർച്ചയായി ജയിക്കുമ്പോൾ, ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൻ്റെ ഒരു ദശകം പൂർത്തീകരിക്കുമ്പോൾ ലോകത്തെ വലതുപക്ഷ രാഷ്ട്രീയ മൂല്യബോധത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലെനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വളർച്ചയുടെ പരിണാമത്തിൻ്റെ പുതിയ ഘട്ടത്തിൽ ഇന്ത്യയും ഒരു കൂട്ടുപങ്കാളിയായി മാറിയിരിക്കുന്നു എന്ന സത്യത്തെ, അത് നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു സത്യമാണ്. പക്ഷേ സത്യമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഭരണഘടന, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതനിരപേക്ഷത, ഇതൊക്കെ ഇപ്പോൾ, നമ്മുടെ ഫെഡറലിസം, ഇതൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ലെനിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൂടി സംസാരിക്കേണ്ടി വരികയാണ്. വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സാമൂഹ്യ മാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ചൂഷണത്തിനെതിരായ ജനങ്ങളെ അണിനിരത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം ആലോചിക്കേണ്ടി വരുന്ന ഒരു പുതിയ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയിടെ ഡോക്ടർ രാമേന്ദ്ര ഗുഹ അടുത്ത കാലത്ത് കുറേയേറെ പുസ്തകങ്ങളും ലേഖനങ്ങളും സമകാലത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയുണ്ടായി.
ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച്, ഗാന്ധിക്ക് മുമ്പുള്ള, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച്, ഗാന്ധിയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ടുള്ള കുറേ അന്വേഷണങ്ങൾ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, വളരെ വിപുലമായ ഒരന്വേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ ധാരാളം ലേഖന സമാഹാരം ഇപ്പോൾ മലയാളത്തിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള ലേഖന പരമ്പരകൾ അവസാനിപ്പിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ മലയാള പരിഭാഷയാണ്. അത് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇതിനെ മുറിച്ചു കിടക്കും, ഇന്ത്യ ഈ ദുഷിച്ച കാലത്തെയും മുറിച്ചു കിടക്കും. ഇന്ത്യ ഈ ദുഷിച്ച കാലത്തെ മുറിച്ചു കിടക്കുന്നതിൻ്റെ ഒരു അടയാളം എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ മതനിരപേക്ഷത, ഇന്ത്യയുടെ ബഹുസ്വരത, ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം, ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഇതിനെ മുറിച്ചു കിടക്കും. അങ്ങനെയാണ് അദ്ദേഹം പുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ചില പ്രീ കണ്ടീഷനിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്, നീതിന്യായ സംവിധാനമാണ്. അത് നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ മുറിച്ച് കിടക്കുക. ഈ കാലത്തിൻ്റെ ആപത്തിന് മുറിച്ച് കിടക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധങ്ങളാണത്. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴോ? അതാണ് പ്രശ്നം. ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. 2 തരം ഭരണഘടനകളുണ്ട്. ഒന്ന് ഇന്ത്യൻ ഭരണഘടന, വളരെ വലിയ സംവാദത്തിൻ്റെ ആശയത്തിൻ്റെ അങ്ങനെ രൂപപ്പെടുത്തിയത്. നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തിരഞ്ഞെടുത്തു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 165 ദിവസം യോഗം ചേർന്ന് വളരെയേറെ സംവാദങ്ങൾ നടത്തി. ആ സംവാദങ്ങളെക്കുറിച്ച് തന്നെ 11 വാള്യങ്ങളുണ്ട്. അത് തന്നെ 1000കണക്കിന് പേജുകളുണ്ട്. വലിയ ചർച്ചകളാണ് ആ ഭരണഘടനയുമായി ബന്ധപ്പെടുത്തി നടത്തിയത്. മഹത്തരമായ പ്രസംഗങ്ങളാണ്. ആ ഭരണഘടനയുടെ അടിത്തറ പാകിയ മതേതരത്വത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, പുരോഗതിയുടെ എല്ലാം ആത്മാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പണ്ഡിറ്റ്ജിയുടെ ആ ഭരണഘടനാ സമിതിയിലെ ആദ്യത്തെ പ്രസംഗം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയ. മൂന്നാമത്തെ പ്രസംഗം ഭരണഘടനാ സമിതിയിലില്ല, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തിയാണ്. മഹാത്മജി, നമ്മുടെ പണ്ഡിറ്റ്ജി അത് വലിയ പങ്കുവഹിക്കാൻ. സർദാർ വല്ലഭായ് പട്ടേൽ ചർച്ചകളിൽ ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ മതനിരപേക്ഷതയിൽ വലിയ ഊന്നൽ നൽകിയ സംവാദങ്ങളാണ് വല്ലഭായ് പട്ടേലിൻ്റെ ഭാഗത്തുണ്ടായത്. രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ യോഗങ്ങളുടെ അധ്യക്ഷനായിരുന്നു. ബാബാ സാഹിബ് അംബേദ്കർ അവിടെ ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായിരുന്നു. കെ എം മുൻഷി വലിയ സാഹിത്യകാരനായിരുന്നു. പക്ഷേ ഈ ഭരണഘടന തയ്യാറാക്കുന്ന പ്രക്രിയയിൽ വലിയ പങ്കുവഹിച്ച നിയമജ്ഞനായിരുന്നു. അള്ളാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ തമിഴ്നാട്ടിലെ ഈ ഭരണഘടന ഈ രൂപത്തിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച അംബേദ്കർക്കും കെ എം മുൻഷിക്കും ഒപ്പം BC റാവു, അദ്ദേഹം ഭരണഘടനാ സമിതിയിലെ അംഗമായിരുന്നില്ല, പക്ഷെ വലിയ ദൈക്ഷണിക പണ്ഡിതനായ ICS കാരനായതുകൊണ്ട് തന്നെ മറ്റുള്ള ലോക ഭരണഘടനയുമായി തുലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ ഇന്നുള്ള സൃഷ്ടിന്മകതയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ ദൈക്ഷണിക സംഭാവന അർപ്പിച്ചുകൊണ്ട് ആ ഭരണഘടന തയ്യാറാക്കുന്ന സമിതിക്ക് ഒരുപാട് കുറിപ്പുകളും സഹായങ്ങളും നൽകിയ ആളുകളാണ്. ഒരുപാട് പേരുകളാണ് അങ്ങനെ. വലിയ ചർച്ചകളാണ്. എന്തെല്ലാം ചർച്ചകൾ നടന്നു. 1928 ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ജഗ്ജിത് സിംഗ്, അദ്ദേഹം ഭരണഘടനാ സമിതിയിൽ അംഗമായിരുന്നു. ഹോക്കിൻ്റെ ആളായിട്ടല്ല, അദ്ദേഹം ആദിവാസിയായിരുന്നു. ആ ഭരണഘടനാ സമിതിയിലെ അംഗമായിരുന്ന ആദിവാസി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ കണ്ടെത്തിയതാണ്, വലിയ ക്രിസ്തീയ പ്രചാരകനാക്കാൻ വേണ്ടിയാണ്. അവരാണ് ലണ്ടനിൽ അയച്ച് പഠിപ്പിച്ചത്. അവിടെ ചെന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളായി, വലിയ കായിക താരമായി.
തിരിച്ചെടുത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹമാണ് ആദിവാസിക്ക് വേണ്ടി അവിടെ സംസാരിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു, ആദിവാസി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ താമസിക്കുന്നവനല്ല. ചില ആൾക്കാർ ആദിവാസീനെ വനവാസി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരാളെ അല്ല ഈ ആദിവാസി. അവരായിരുന്നു നമ്മുടെ സിന്ധു ഗംഗാ നദിയുടെ താമസിച്ചത്. മനസ്സിലായില്ലേ? അവരെ ആദിവാസികളാണ്. എവിടുത്തെ ആദിവാസി? കാട്ടിലെ ആദിവാസിയല്ല, നാട്ടിലെ ആദിവാസിയാ. നമ്മുടെ സമതലത്തിൽ, സിന്ധു ഗംഗാ സമതലത്തിൽ താമസിക്കുന്ന അവരാ. അവരുടെ മേലെയുള്ള ആര്യൻ അധിനിവേശത്തിലൂടെയാണ്, അല്ലെങ്കിൽ പിന്നീട് വന്ന വ്യത്യസ്തങ്ങളായ അധിനിവേശങ്ങളിലൂടെയാണ് ഈ ആദിവാസി കാട്ടിലെത്തിയത്. ആ യാഥാർത്ഥ്യമാണ് ജഗ്ജിത് സിംഗ് അവിടെ പറഞ്ഞത്. ഞങ്ങളുടെ സംവരണത്തെക്കുറിച്ചാണ്, സ്വത്വബോധത്തെക്കുറിച്ച്. നല്ല പ്രസംഗങ്ങളല്ലേ, വിവിധ തരത്തിൽ. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. വലിയ സംവാദങ്ങളല്ലേ, അതിലൂടെ രൂപപ്പെട്ടൊരു ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെയും ഏകീകൃത ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം ആ ഭരണഘടന രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയാണത്. മൗലിക അവകാശങ്ങളുണ്ട് ആ ഭരണഘടനയിൽ. ആ ഭരണഘടന മൗലിക അവകാശങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യ എത്തിച്ചേരേണ്ട, നാളെ നമുക്ക് വെട്ടിപ്പിടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശക രേഖകളും ആ ഭരണഘടനയുടെ 3-4 ഭാഗത്തായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണഘടന മികച്ചതായത്. അത് ഓരോന്നിനെയും സൂക്ഷ്മമായിട്ട് തന്നെ വിശകലനം ചെയ്ത് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്ന നിലയിൽ അതിൻ്റെ അവകാശങ്ങൾ, സംസ്ഥാനങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനവും കേന്ദ്രവും നിർവഹിക്കേണ്ട നടുക്കുള്ള കാര്യങ്ങൾ, എല്ലാവരും കൂടി ചേർന്ന് നിർവഹിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ട്. ഹൈക്കോടതിയെക്കുറിച്ച്, സുപ്രീം കോടതിയെക്കുറിച്ച്, പ്രസിഡന്റിനെക്കുറിച്ച്, നിയമസഭകളെക്കുറിച്ച്, എക്സിക്യൂട്ടീവിനെ കുറിച്ച് എല്ലാം, അതിന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്നതിൻ്റെ വ്യക്തത ഇന്ത്യൻ ഭരണഘടന രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ഭരണഘടനാനുസൃതം പ്രവർത്തിക്കുമെന്നുള്ളതാണ്, നിർഭയം പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആ നിലയിൽ തയ്യാറാക്കിയതാണ് ഈ ഭരണഘടന. നമ്മളിന്ന് തയ്യാറാക്കിയതാണ്. ജപ്പാൻ്റെ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന ജപ്പാൻകാർ തയ്യാറാക്കിയതല്ല, അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് തയ്യാറാക്കി ജപ്പാന് കൊടുത്തതാണ്. അങ്ങനെ ജപ്പാനിൽ ഭരണഘടന ഉണ്ടായത്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ആ ഭരണഘടനാ സമിതിയിൽ മുഴുവൻ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യത്യസ്ത ധാരകൾ കൃത്യമായി ഉൾക്കൊണ്ടതാണ്. ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ധാരകളും ഉണ്ട്. അവരുടെയൊക്കെ പ്രത്യേകതകൾ ആ പ്രസംഗങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ മഹത്തായ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ തീവ്രമായ അഭിലാഷങ്ങളുടെ മുഴുവൻ സാക്ഷാത്കാരത്തിന് സഹായകരമായ ആശയവിനിമയത്തിലൂടെ എടുക്കാവുന്നതെല്ലാം എടുത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ്. തീർച്ചയായും അതിന് ഒരുപാട് ന്യൂനതകൾ. അവിടെ ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ അത് രാഷ്ട്രീയമായ ഒരു തുല്യതയാണ്. ആ രാഷ്ട്രീയ തുല്യതയ്ക്കൊപ്പം സാമ്പത്തിക തുല്യത നമ്മുടെ ഭരണഘടന ഉറപ്പാക്കപ്പെടുന്നില്ല എന്നുള്ള പരിമിതി നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടി വരുന്നൊരു പരിമിതിയാണ്. അതവിടെയുണ്ട്. ഈ നേട്ടങ്ങളൊക്കെയുള്ള നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിലൂടെ സൂക്ഷിച്ചു പോകുമ്പോൾ ഇങ്ങനൊരു പരിമിതി ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ സ്വകാര്യ സ്വത്തവകാശം സംരക്ഷിക്കപ്പെടുമ്പോൾ ആ സ്വകാര്യ സ്വത്തവകാശത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത കുറേ ആളുകൾ നമ്മളെയൊക്കെ കൂട്ടത്തിലുണ്ട്. അവരുടെ അവകാശ നിഷേധത്തോടൊപ്പം സംഭവിക്കുന്ന മറ്റൊന്നാണ് ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും അദാനിക്കും ദശലക്ഷക്കണക്കിന് കോടി ആ സ്വകാര്യ സ്വത്തിൻ്റെ പേരിൽ സമ്പാദിച്ച് സ്വന്തമാക്കാനുള്ള നല്ല സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് അതവിടെ സംഭവിക്കും. പക്ഷേ ബാക്കി ഒരുപാട് ഘടകങ്ങളിൽ അത് നമ്മുടെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെച്ച് സംരക്ഷിച്ചു നിർത്തി. ആ നിലയിൽ ഈ ഭരണഘടന നമ്മുടെ നാട് അനുഭവിച്ചു പോകുന്ന പല പ്രയാസഘട്ടത്തെയും തരണം ചെയ്യാൻ നമുക്ക് കരുത്ത് പകർന്നു നൽകി. ഭരണഘടനയെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെ ദുർവിനിയോഗം ചെയ്യാൻ ഭരണകക്ഷി എല്ലാ കാലത്തും കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് കമ്മ്യൂണിസ്റ്റുകാർ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ ജയിലിലടച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ഭരണഘടനയിലെ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂള് DIR രാജ്യരക്ഷയെ സംരക്ഷിക്കുന്നതാണ്. അതുപയോഗിച്ച് എത്ര കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലിട്ടു? 29 കമ്മ്യൂണിസ്റ്റ് MLA ജയിലിൽ കിടന്നവിടെ ജയിച്ചല്ലോ 1965. അന്നെന്തേ നമുക്ക് ഒന്നാമത്തെ പാർട്ടിയായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിച്ചില്ലല്ലോ. അതിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടിയത് 29 പേര് ജയിലിലാണെന്നാണല്ലോ. ജയിലിൽ കിടന്നവർ ജയിച്ചില്ലേ? അവരെന്തെങ്കിലും കളവ് നടത്തിയിട്ടാണോ ജയിലിലിട്ട്? കരുതൽ തടങ്കലിലായിരുന്നു. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ ഈ മാപ്ര എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇതിനെ കരുതൽ തടങ്കലല്ല. പിണറായി വിജയൻ ഇതിലെ ജാതിയായിട്ട് പോയപ്പോൾ ഏതോ കോൺഗ്രസ്സുകാർ 3 ആൾക്കാരെ പോലീസുകാർ കസ്റ്റഡിയിൽ വെച്ചു. അപ്പം മനോരമയിലോ ഒക്കെ കൊണ്ടുവരും കരുതൽ തടങ്കലിൽ വെച്ചു. ദൂരം കുറേ ഉണ്ടിട്ടാ. കരുതൽ തടങ്കൽ തന്നെ ജയിലിൽ കിടക്കണ്ടേ? ജയിലിലല്ല, പോലീസ് സ്റ്റേഷൻ്റെ ഒരു മൂലയിലാണ്. അവിടെ ഒരു കസേര ഇട്ടിരിക്കുന്നുണ്ട് കുറച്ച് കോൺഗ്രസ്സുകാർ. അതിനാണ് മനോരമ എഴുതിയത് കരുതൽ തടങ്കലിലാണ് ഇവർ. അത് കണ്ടില്ലേ? ഇപ്പം അടുത്തുണ്ടായതാ ആ ജാഥ. അങ്ങനെ പോകേണ്ടത് പിണറായി ഒരു ജാഥയായിട്ട് പോയി. അതിനെക്കുറിച്ച് പറഞ്ഞു വരത്തിയതൊന്നുമില്ല. ജാഥ വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. മറ്റേതിങ്ങനെ പറഞ്ഞു വരത്തിയവരൊക്കെ കൂടി വലിയ വാഹനങ്ങളായിരിക്കും, 50-50 കാറുണ്ടോ, മറ്റൊരുണ്ടോ മറിച്ചവരുണ്ടോ, ഭയങ്കരമായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല, രാജ്യത്തിൻ്റെ പൈസ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഗുരുവായൂരിക്ക് കല്യാണത്തിനാണ് പോലൊരു ബസ്സിൽ പിണറായി ഇയാളെയും കൊണ്ടുപോയത്. ഒക്കെ മന്ത്രിമാരാണ്. മനസ്സിലായില്ലേ? ഞാനും നിങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് ഇരിക്കുന്നമാരൊരു സീറ്റിലല്ലേ നമ്മളെ മന്ത്രിമാരെല്ലാം ഇരുന്ന് പോയത്. സഹിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ആരോടും പറയാണ്ടേ മാപ്രകളോട് മാത്രം പറഞ്ഞ് ഈ വണ്ടീൻ്റെ മുന്നിൽ എടുത്തിയാടാൻ തുടങ്ങി. ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിണറായി ബസ് കയറി ഓണടിച്ചാൽ 500 മീറ്റർ പോയി എവിടുന്ന് അത് ചാടുകയെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ ചാട്ട. അവരെ സംരക്ഷിക്കുക എന്ന് തന്നെ വലിയ ദൗത്യമായിരുന്നു. അത് അവസാനിക്കുന്നത് വരെ ഇവരെ ജീവൻ സംരക്ഷിക്കുക എന്ന വലിയ ചുമതല നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു കേരളത്തിന്. ഒരു ഭാഗത്ത് പോലീസുകാർ, ചില സ്ഥലത്ത് നമ്മളെ സഖാക്കൾ, ഇവരെല്ലാവരും കൂടിയും ഇത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ ജാഥേൻ്റെ മുന്നിൽ ഇവർ കുറേ മൃതശരീരങ്ങൾ ഏറ്റിയിട്ട് ആ ജാഥേൻ്റെ മുന്നിൽ കൊണ്ടുനടക്കണമെന്ന് ഉദ്ദേശിച്ചതാണ്. ആ ദുരുദ്ദേശം കേരളത്തിൽ സാർത്ഥകമാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇപ്പോഴും അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷമത്തിലാണ്. അത് പറ്റിയില്ല. ഏത് പിണറായിൻ്റെ ജാഥേൻ്റെ മുന്നിൽ മറ്റേ ശരീരം കൊണ്ടുപോകാൻ പറ്റിയില്ല. അതാണ്, എല്ലാം നടന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ കാണാത്ത എല്ലാ വൃത്തിയോടും കളിച്ചു. ജാഥ അവസാനിക്കുമ്പോൾ അവിടെ സമാപനം പിണറായിൻ്റെ സമാപനമല്ല, ഇവരെ സമാപന. ആരെ? സതീശൻ, സുധാകരൻ, മുരളീധരൻ, ഈ ഇവരെല്ലാവരും കൂടി സമാപന യോഗം അവിടെ മൈതാനത്തല്ല, പോലീസ് സ്റ്റേഷന് മുന്നില്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ. കേരള പോലീസ് മര്യാദക്കാരായതുകൊണ്ട് ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇത്തിരി വെള്ളമടിച്ചു വിട്ടു. അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല. വെള്ളമടിച്ചു എന്നുള്ള സംഗതിയുള്ളൂ. കുളിക്കാത്ത കോൺഗ്രസ്സുകാർക്ക് കുളിക്കാനുള്ളൊരു സൗകര്യം, സോപ്പും കൊണ്ട് പോയാൽ മതി. അത് ഇവിടെ ആ നിലയിലല്ല ഞാനീ പറയുന്നത്. ഇവിടെ ഈ ശക്തികൾ നമ്മുടെ ഈ ഭരണഘടനയുടെ നല്ല മൂല്യങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഭരണഘടന നമുക്ക് നൽകിയ മൗലിക അവകാശങ്ങൾ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാം ഇന്നത്തെ ഗവൺമെൻറ് ഭരണ സംവിധാനങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ നിർബന്ധിതരാവുകയാണ്. ഇപ്പോൾ ഈ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾക്കൊപ്പം ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ നന്മകളുടെയും നിരാകരണത്തിനാണ് നമ്മുടെ രാഷ്ട്രീയ വലതുപക്ഷം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയെ തകർക്കണം, ഭരണഘടന നൽകുന്ന പ്രാഥമിക അവകാശങ്ങളെ ഇല്ലാതാക്കണം, ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കി പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണം. ഈ ഭരണഘടനയുടെ ഒരു ബഹുമാനം വിചാരിക്കുക. അതാണ് ഈ ഭരണഘടന അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ നടന്ന 2 സംഭവങ്ങളുണ്ട്. ഞാൻ സമയപരിമിതി മൂലം എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളിലും പോകുന്നില്ല. 2 സംഭവം പരാതിയും പോകാൻ പറ്റില്ല. ഒന്ന്, ഈ ഭരണഘടന ചർച്ച ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും ഈ ഭരണഘടനയെ ഏറ്റവും അധികം എതിർത്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് MS ഗോൾവാൾക്കർ. ഈ ഗോൾവാൾക്കർ ഇടയ്ക്കിടയ്ക്ക് കത്തയക്കും. ഈ ഭരണഘടന മതനിരപേക്ഷ സ്വഭാവം, അപ്പോൾ ആൻറ്റി മുസ്ലിമിനെതിരാ മുമ്പ് കത്തയക്കും. അപ്പോൾ ജവഹർലാൽ നെഹ്റു കടുത്ത ഭാഷയിൽ അതിനെതിരായിട്ട് എഴുതി. അങ്ങനെ ഇരിക്കെ ഭരണഘടന അംഗീകരിച്ചു.
ഉടനെ ഒരു വലിയ പ്രകടനം, പൊതുയോഗം. ആരുടെ വക? ഗോൾവോൾക്കറുടെ വക. 1,00,000 ആൾ അന്ന് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. 1,00,000 ആൾ ബോംബെയിൽ ആസാദ് മൈതാനത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വളരെ നല്ല സന്തോഷത്തിലാണെന്ന് ആരും കരുതണ്ട. ചോരപ്പുഴ ഇവിടെ ഒഴുകുന്നുണ്ട്. തീവ്രവർഗീയ ശക്തികൾ അവർ ആ സന്ദർഭത്തെ 83 ലക്ഷം അഭയാർത്ഥികൾ വന്നിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം വികാരം തീവ്രമാണ് അവിടെ. യുദ്ധം നടക്കുന്നത് പോലെയുള്ള ആളുകളെ പരസ്പരം കൊല്ലുകയാണ് അവിടെ. ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ വൈകാരികത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിട്ടിയ അധികാരത്തെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ഹിന്ദുത്വ പരിശ്രമം നടക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ. 40 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസങ്ങളിൽ. അതിൻ്റെ ഒരു ഘട്ടത്തിൽ അത് അനുവദിക്കാത്ത, അതിന് സമ്മതിക്കാതെ അതിൻ്റെ മുന്നിൽ പ്രതിരോധ ദുർഗമായി നിലയുറപ്പിച്ച മഹാത്മജിയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഭരണഘടന വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് ഈ യോഗം. 1,00,000 ആളാണ് പങ്കെടുത്തത്. ആ യോഗം കഴിഞ്ഞ് 10ാമത്തെ ദിവസം ആ ബോംബെ പട്ടണത്തിലേക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ ഇറങ്ങി പോയി കുളിച്ച് കുപ്പായം മാറ്റി ഇതേ ആസാദ് മൈതാനത്തേക്ക് വന്നപ്പോൾ സ്തംഭിച്ചു നിന്നു ബോംബെ നഗരം. 6,00,000 പേരാണ് ആ തീവ്ര ഹിന്ദുത്വത്തിനെതിരായി ആസാദ് മൈതാനത്ത് അണിനിരന്നത്. 6,00,000 പേർ. ഇന്ന് നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ രാജ്യം ഏത് തരത്തിൽ കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുന്നു? ഈ കോൺഗ്രസിനെ പോലെയുള്ള ബൂർഷ്വാ പാർട്ടികളുടെ നിലപാടില്ലായ്മ ഈ രാജ്യം എത്ര കീഴ്പ്പെട്ടു പോയി എന്ന് ആ അനുഭവത്തെ ഇന്ന് പുനർവിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വായനയ്ക്ക് വിധേയമാക്കണം. എന്താണ് എൻ്റെയും നിങ്ങളുടെയും നാട്ടിന് സംഭവിക്കുന്നത്? ഇവിടെ ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ അവിടെ കേന്ദ്രം എന്തും ചെയ്യാലോ. ഇപ്പോൾ എന്താ ഇവിടെ സ്ഥിതി? കേന്ദ്രാധികാരം എന്തിനാ ഉപയോഗിക്കുന്നത്? മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനാണോ അതോ തൊഴിലാളിയുടെയും കൃഷിക്കാരൻ്റെയും അവകാശങ്ങളുടെ നിഷേധത്തിനാണോ? നടക്കില്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാർലമെൻ്ററി സംവിധാനമല്ലേ? പാർലമെൻറ്റിനോട് പല അഭിപ്രായ വ്യത്യാസമുണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക്, അത് വേറെ. പക്ഷെ പാർലമെൻ്ററി സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. സമര ആയുധമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് പാർലമെൻറ്റ്. അതിൻ്റെ സുഖലോലുപതയിലോ ആഡംബരത്തിലോ അല്ല, അതിനെ കൂടി സമരായുധമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം എന്താ പാർലമെൻറ്റിൻ്റെ സ്ഥിതി? പാർലമെൻറ്റ് പറഞ്ഞാൽ നിയമനിർമ്മാണം. എല്ലാ ദിവസവും നിയമം നിർമ്മിക്കല്ല. പാർലമെൻറ്റിൻ്റെ കാര്യോപദേശക സമിതിയിൽ തിങ്കൾ ചൊവ്വ ബുധൻ നിയമനിർമ്മാണത്തിന് മുൻഗണന. ബുധനാഴ്ച വ്യാഴാഴ്ച പറ്റിയാൽ ജനങ്ങളുടെ ഒരു വിഷയത്തിൻ്റെ ചർച്ച. വെള്ളിയാഴ്ച പാർലമെൻറ്റ് അംഗങ്ങളുടെ അനൗദ്യോഗിക അവരുടെ ദിവസം. അങ്ങനെയാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല. ഇങ്ങനെയൊക്കെ ഒരു വീതം വെപ്പുണ്ട് പാർലമെൻറ്റിന്. അങ്ങനെയാണ് ജനാഭിലാഷം അവിടെ രൂപപ്പെടുത്തുന്നത്, ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുന്നത്, ചോദ്യോത്തരവേള ഉപയോഗപ്പെടുത്തും. പാർലമെൻറ്റിൻ്റെ കമ്മിറ്റി സംവിധാനമുണ്ട്. പാർലമെൻ്ററി സമിതികളിലേക്ക് ഒരു ബില്ല് ചെല്ലുമ്പോൾ ആ ബില്ലിൻ്റെ നാനാർത്ഥങ്ങളെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തി ഏറ്റവും ശരിയായ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് ഏറ്റവും പഠനാർഹമായ റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പാർലമെൻറ്റിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ എത്ര മികച്ച റിപ്പോർട്ടുകളാണ്! ലോക സാമ്പത്തികമായതിനെ കുറിച്ച് ഏറ്റവും നല്ല റിപ്പോർട്ടുകളൊന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെതാണ്. നല്ല റിപ്പോർട്ടുകളാണ്. പാർലമെൻ്ററി സമിതി രാഷ്ട്രീയമായി തിരിയാറില്ല. നിയമത്തിനൊരു രാഷ്ട്രീയമുണ്ടാവും. ആ പരിശോധനകൾ സത്യസന്ധവും സൂക്ഷ്മവുമാണ്. നല്ല റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ നിലയിൽ നമ്മൾ പാർലമെൻ്ററി സമിതികളുടേതായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് കോൾഡ് സ്റ്റോറേജിലാണ്. ആ സമിതി പ്രവർത്തിക്കുന്നില്ല. പാർലമെൻറ്റിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ? ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? പാർലമെൻറ്റ് ആളെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സമിതിയാണ്. 140 ആളെ സസ്പെൻഡ് ചെയ്തു ഇന്ത്യൻ പാർലമെൻറ്റിൽ. 140 ഇപ്പോൾ അടുത്ത് സസ്പെൻഡ് ചെയ്യുന്നേ. ചർച്ചകളുണ്ടാവും, സംവാദങ്ങളുണ്ടാവും. നരേന്ദ്രമോദി പ്രസംഗിക്കുക, മറ്റൊരു കൈയടിക്കുക, വെറുതെ അടിക്കുന്നേ. നിങ്ങൾ നോക്കിയോ, ടി വിയിലേക്ക് ഇന്നലെ നോക്കിയോ, നിർമ്മല സീതാരാമൻ ശബ്ദം കൂട്ടി പറയാം, അപ്പോൾ ഇവരടിക്കും. അടിച്ചുകൊണ്ടേ ഇരിക്കുക. എത്ര തവണ അടിച്ചു എന്ന് എനിക്കറിയില്ല, ഞാൻ പിന്നെ നിർത്തിപ്പോയി. അടിയോടടിയാ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ മുർമു വന്നു, മുർമു അടിക്കുന്നേ. ആ രാമജന്മഭൂമി അവിടെ പള്ളി പൊളിച്ചോടുത്ത് അമ്പലം ഉണ്ടാക്കിയ പുള്ളി അടിച്ചു. നിങ്ങളാരെങ്കിലും അടിക്കുമോ? പള്ളി പൊളിച്ചോടുത്ത് അമ്പലം ഉണ്ടാക്കി തന്നെ അടിക്കുമോ? അത് രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് നമ്മളാരെയും കൈ അടിക്കുമോ? പക്ഷെ ഇപ്പോൾ നടക്കണത് എന്താ? വരുന്നവര് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താ? ഇതാണോ? ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണോ പാലിക്കപ്പെട്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളല്ല. തൊഴിലില്ലായ്മ വിരമിക്കാം, പട്ടിണി ഇല്ലാതാക്കാം, ദാരിദ്ര്യം ഇല്ലാതാക്കാം, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാം. ആ വാഗ്ദാനങ്ങളാണോ പാലിച്ചത്? ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം
ഈ ഒരു ദശാബ്ദകാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം സാധാരണ മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങളിലെ പരിമിതികൾക്ക് പരിഹാരം കാണാനല്ല, സംഘപരിവാറിന് നൽകിയ, ആ സംഘപരിവാറിൻ്റെ അധ്യക്ഷൻ മോഹൻ ഭഗവതിന് നൽകിയ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ പ്രാവർത്തികമാക്കുക എന്ന ചുമതലയാണ് ഒരു ദശാബ്ദത്തെ നരേന്ദ്രമോദി ഭരണം ഇന്ത്യയിൽ നിർവഹിച്ചത്. ഒരു രാജ്യം വെള്ളക്കാരനെതിരായി നടത്തിയ മഹാപോരാട്ടത്തിൻ്റെ എല്ലാ നന്മകളുടെയും തിരസ്കരണത്തിൻ്റെ സാക്ഷികളായി ഒരു ദശാബ്ദകാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നത്, അതിൻ്റെ പാർലമെൻ്ററി സംവിധാനം അട്ടിമറിക്കപ്പെടുന്നത്, അതിൻ്റെ ജനാധിപത്യ സംവിധാനം പ്രവർത്തന രീതി അട്ടിമറിക്കപ്പെടുന്നത്. അവിടെ കൊണ്ടത് അവസാനിപ്പിക്കുന്നില്ല, ഓരോന്നിനും അത് തകർക്കണം. മതനിരപേക്ഷതയെ എങ്ങനെ തകർത്തു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ എങ്ങനെയാണ് കടന്നു പോവല്ലേ. ഈ ബാബരി മസ്ജിദ് തകർത്തിയെടുത്ത് പള്ളി അമ്പലമുണ്ടാക്കുന്ന അതിൻ്റെ ഉദ്ഘാടന മുഹൂർത്തങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. കണ്ടല്ലോ നമ്മളൊക്കെ വിചാരിച്ചു നമ്മളവിടെയൊക്കെ അങ്ങനെയുള്ളോ, ഈ അമ്പലത്തിൽ വിഗ്രഹത്തിന് പ്രാണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ കേരളത്തിലൊക്കെ എങ്ങനെയാ ഒരു പൂജ ഉണ്ടാവും, ഒരു പരിശോധന, കുറച്ച് ജ്യോതിഷന്മാരൊക്കെ ഇരിക്കും, ജ്യോതിഷികളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടി തീരുമാനിക്കും. എന്നിട്ട് പിന്നെ മതപണ്ഡിതന്മാർ വരും, ഈ പൂജാരിമാരെ കൂടി മേൽശാന്തി, കീഴ്ശാന്തി, തന്ത്രി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിരുന്ന് ഇവർ പറഞ്ഞ അനുസരിച്ച് ഒരു പാണപ്രതിഷ്ഠ നടത്തി അയാൾക്ക് ദൈവികത വിഗ്രഹത്തിന് കിട്ടും. ഇതിപ്പോൾ അവരൊന്നുമല്ല. ആരവിടെ? യോഗി ആദിത്യനാഥ്. അതിൻ്റെ നേരെ മുകളിലാരാ കൈ ഉയർത്തിയിട്ട് നരേന്ദ്രമോദി. അതിൻ്റെ ഇപ്പുറത്താരാ ഗവർണർ. ഗവർണർ, പ്രധാനമന്ത്രി. ഇവരൊക്കെ എന്താ പ്രധാന പൂജാരിയാ? തന്ത്രി എന്ന് പറഞ്ഞ വംശത്തിലാണോ ഇവർ നിൽക്കുന്നത്? ഏത് അമ്പലം കണ്ടാലും അവിടെ കയറി പൂജിച്ചുകൊണ്ടിരിക്കില്ലേ പ്രധാനമന്ത്രി? മതനിരപേക്ഷ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാ. എന്താ അവിടെ കണ്ടേ? അയാളുടെ നടക്ക് വേറൊരാളെ കണ്ടു. ആരാത്? മോഹൻ ഭഗവത്. ഇതിൽപ്പെട്ട ഏതെങ്കിലും പ്രസിഡന്റാ, പ്രധാനമന്ത്രിയാ, ഗവർണറാ? ജനാധിപത്യത്തിലെ ഏത് പ്രോട്ടോക്കോളാ ഈ മോഹൻ ഭഗവത്? ഇപ്പം സെറ്റ് കാറ്റഗറിയാ. മനസ്സിലായോ? സൂക്ഷിച്ചോളണം. അതാണ് അതിൻ്റെ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഉള്ളിൽ തട്ടിയ സംഭവം അതാ. ഇതൊരു വലിയ ആപത്താണ് ഇവിടെ കാണുന്നത്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത് ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക പതിപ്പിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, രാജ്യം പുരോഗമിക്കാൻ പോവുകയാണ്, ഇന്ത്യ മെച്ചപ്പെട്ടു. ഈ മെച്ചപ്പെടലിൽ ഇന്ത്യയുടെ ഹിന്ദുത്വത്തിൻ്റെ എല്ലാ നന്മകളും ഇനിയും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മയായിട്ട് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥ മഹാക്ഷേമമാണ് എന്ന് ധ്വനി വരുന്ന ഒരു പാചകമാണ്. എവിടെത്തി? ഏതിലേക്കുള്ള മടക്കമായിരിക്കുന്നത്? ഏത് അപകടത്തിലേക്കുള്ള മടക്കമാണ്? ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളുടെയും നിഷേധത്തിലേക്കാ, എല്ലാ അവകാശങ്ങളുടെയും. സവർക്കർ പറഞ്ഞെടുത്ത് സാംസ്കാരിക ദേശീയതയുടെ തീവ്ര ഹിന്ദുത്വ നയങ്ങൾ നടപ്പിലാക്കുക ചെയ്യുക. എവിടേക്കത് എത്തുക? എത്ര പുറകോട്ട് പോകും? ഓരോന്നും മാറ്റി എഴുതപ്പെടുമ്പോൾ എവിടെ ചെന്നെത്തുക? നിങ്ങളുടെ ചരിത്ര പാഠപുസ്തകത്തിൽ മഹാത്മാഗാന്ധിനെയും നെഹ്റുവിനൊന്നും അന്വേഷിച്ചാൽ തന്നെ കാണാൻ കിട്ടൂല. എവിടെയാണ് നോക്കേണ്ടി വരും. നെഹ്റുവൊക്കെ പോയ വഴിപ്പില്ല. ചാച്ചാ നെഹ്റുവൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത്. ഇപ്പം അങ്ങനെ ഒരാൾ തന്നെ ഇല്ല. സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് അമൃതവർഷം ഉണ്ടല്ലോ, ഈ അമൃതവർഷത്തിനോട് വെച്ച് ഡൽഹിയിൽ നടത്തിയ ഒരുപാട് വരച്ചു വെച്ച ചുവർ ചിത്രങ്ങളുണ്ട്. ആ ചുവർ ചിത്രങ്ങളിൽ നിങ്ങൾ ആകെ അന്വേഷിച്ച് നോക്കൂ, പണ്ഡിറ്റ്ജിയെ കാണാൻ കഴിയില്ല. ഇല്ല, മായ്ച്ചു കളഞ്ഞു. 3 പേരിനോട് വലിയ വിരോധമാണ് ഇവർക്ക്. ഒന്ന് അശോക ചക്രവർത്തി, മറ്റൊന്ന് അക്ബർ ചക്രവർത്തി, മൂന്നാമത്തൊന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 3 ആളെയും ഇവർക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം മതനിരപേക്ഷതയുടെ ചിഹ്നങ്ങളാണ് അവർ. ഹിന്ദുത്വത്തിൻ്റെ അടയാളമല്ല അശോക ചക്രവർത്തി. അഹിംസയുടെ അടയാളമാണ്, മനുഷ്യനന്മയുടെ അടയാളമാണ്, ബുദ്ധസംസ്കൃതിയിൽ നിന്നാണ്. അക്ബർ മതനിരപേക്ഷതയിൽ നിന്നാണ്. പണ്ഡിറ്റ്ജി പറഞ്ഞു, ഒരു മതാത്മക സമൂഹത്തെ മതേതര സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിർവഹിക്കാനുള്ളത് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചതാണ് നെഹ്റു. അവരെയാണ് മായ്ക്കുന്നത്. ശാസ്ത്രബോധമില്ലാത്ത തലമുറ വരാൻ പോവാ, യുക്തിബോധമില്ലാത്ത തലമുറ വരാൻ പോവാ. എല്ലാം അതിന് തയ്യാറാക്കി. RSS തയ്യാറാക്കിയ കുറിപ്പടികളിൽ നിന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ വരുംകാല രേഖകൾ മുഴുവൻ തയ്യാറാക്കി പ്രാവർത്തികമാക്കുകയാണ്. സംഭവിക്കാൻ പോവുക. യൂണിവേഴ്സിറ്റികൾ
ഇന്ന് ലോകത്ത് വേണ്ട എന്താ? ലോകത്തോട് മത്സരിക്കണമെങ്കിൽ മികച്ച സർവകലാശാലകൾ ഉണ്ടാവണം ഇന്ത്യയിൽ. രഘുറാം രാജൻ ഇവിടെ പ്രധാനമന്ത്രിയുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറായ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈട് എഴുതി, ഇന്ത്യക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മികച്ച സർവകലാശാലകൾ ഉണ്ടാക്കണം, ചെറുപ്പക്കാരെ മികച്ച സംവിധാനം ഉണ്ടാക്കണം അവർക്ക്. എന്താ ഇന്ത്യയിൽ നടക്കുന്ന? ഈ വർഷം ടൈംസ് വീക്കിലി ലോകത്തിലെ 200 മികച്ച സർവകലാശാലകൾ 2024 അത് സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാണിച്ചു. ഒരെണ്ണം ഇന്ത്യയിലില്ല. ഒരെണ്ണം. വലിയ മുന്നേറ്റല്ലേ? ലോക ഗുരുവല്ലേ? എന്തൊരു സാമ്പത്തിക വളർച്ചയാണ്! പഴയ തകർച്ചയൊക്കെ ഇല്ലാണ്ടാക്കിയില്ലേ? 200 മികച്ച സർവകലാശാലകളിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടോ? ദൈക്ഷണികത കൊണ്ട് മെച്ചപ്പെട്ടത്, മികച്ച അധ്യാപകരുള്ളത്, മികച്ച ഇന്റർനാഷണൽ ഗ്രഡേഷൻ ഉള്ളത് ഒരെണ്ണം. സർവകലാശാല എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസ്റ്റൺ സർവകലാശാല ഉണ്ട് അമേരിക്കയിൽ. 5 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മൃതശരീരം അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. മരിക്കുമ്പോൾ അവർ എഴുതി വെച്ചതാ, ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച സർവകലാശാലയിലാണ് ഞങ്ങളുടെ മൃതശരീരം സംസ്കരിക്കേണ്ടതെന്ന്. അതാണ് സർവകലാശാലയോടുള്ള സമകാല സമൂഹത്തിൻ്റെ, പരിഷ്കൃത സമൂഹത്തിൻ്റെ സമീപനം. ഇവിടെ മികച്ച സർവകലാശാലയിലേക്ക് RSS എങ്ങനെ കയറ്റാനാ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാലകൾ മികച്ച അധ്യാപകരെയാണോ? ആ സർവകലാശാല എങ്ങനെയാണ് ഉണ്ടാക്കിയത്? പാർത്ഥസാരഥി വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ? ലോകോത്തരമായതല്ലേ? ഇരിക്കാൻ ബെഞ്ചിൽ അവിടെ കല്ലിട്ടിരിക്കുക. ഇന്ത്യയിലെ മനുഷ്യൻ കല്ലുമലും പിന്നെ മരത്തണലിലും ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ സർവകലാശാല വിഭാവനം ചെയ്ത്. എത്ര മികച്ച ഫാക്കൽറ്റികളായിരുന്നു! 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ മുന്നിൽ ലോകം പകച്ചു നിന്നപ്പോൾ പരിഹാരം നിർദ്ദേശിക്കാനുള്ള സാമ്പത്തിക സമിതിയുടെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക് അവിടുത്തെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, JNUവിലെ. അതാണ് ഈ ദുരിതകാലത്തും നല്ല മികച്ച അധ്യാപകരുണ്ട് ഇന്ത്യയിൽ അവിടെ, ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ. സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ വിശേഷിച്ചു. ഇപ്പോൾ അവിടെ ആരെ വെച്ചിരിക്കുന്നത്? തകർത്തുകൊണ്ടിരിക്കില്ലേ? ജനാധിപത്യവും മതനിരപേക്ഷതയും പള്ളിയൊക്കെ തകർത്ത് അങ്ങനെ പോകുമ്പോൾ, പാർലമെന്റിനെ ദുർബലപ്പെടുത്തി അങ്ങനെ പോകുമ്പോൾ പിന്നെ എന്തിനാ അവിടെ യൂണിവേഴ്സിറ്റി? എങ്ങനെയായിരിക്കും നമ്മൾ അടുത്ത തലമുറയിലെ കുട്ടികൾ പഠിക്കുക? ഇവിടെ എന്തായിരിക്കും അവർ പഠിക്കുക? സംസ്കൃതോ? തെറ്റല്ല, ഭാഷ പഠിക്കാം. വേദോ? തെറ്റല്ല, പഠിക്കാം. ഇന്നത്തെ കാലത്തിന് പറ്റിയത് പഠിക്കുമോ? ഇന്നലകളെ കുറിച്ച് മാത്രം? ഭൂതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരോ? വർത്തമാനവും ഭാവിയുമില്ലാത്ത ഭൂതകാലത്തിൽ അഭിരമിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? എല്ലാം ചേരുന്നതല്ലേ? പോവാ, അവിടെ പോയി. ഫെഡറലിസത്തിൻ്റെ സ്ഥിതി എന്താ? സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് അത് ചുരുക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഭാഷാ സ്ഥിതിഗതികളെ, ബഹുസംസ്കാരങ്ങളെ ദേശീയ പ്രസ്ഥാനം ചെയ്തതെന്താ? ദേശീയ പ്രസ്ഥാനത്തിലെ മഹാത്മജിയുടെ നേതൃത്വം എന്നത് വലിയ പോരാട്ടത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച 2 കാര്യങ്ങളെ മഹാത്മജി ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. ഒന്ന്, കർഷകനെ. അവിടെ ലെനിൻ തൊഴിലാളി കർഷക സഖ്യത്തെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച 1917 വിജയിച്ചതാ. 1920 ഇന്ത്യയിലെത്തിയ ഗാന്ധി ആദ്യം ചെയ്തത് ചമ്പാരനിലെ കൃഷിക്കാരൻ്റെ കൂടെ സമരം നടത്തി കൃഷിക്കാരൻ്റെ താല്പര്യത്തെ വെള്ളക്കാരനെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ആ കർഷക മുന്നേറ്റങ്ങൾ. മറ്റൊന്നോ, ദളിതൻ, പിന്നോക്കക്കാരൻ, ഈ ഹിന്ദുമതത്തിലെ അസ്പൃശ്യരായി മാറ്റി നിർത്തപ്പെട്ടവർ, അമ്പലത്തിലേക്ക് കയറ്റാത്തവർ, അവരെയൊക്കെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കയറ്റി. അങ്ങനെയാണ് എൻ്റെ ജനകീയ സ്വഭാവം വന്നത്. അതായിരുന്നില്ലേ? ആ ഇന്ത്യയുടെ ബഹുസ്വരതയെ അംഗീകരിക്കുക, വ്യത്യസ്ത സാമൂഹിക ഘടനയെ അംഗീകരിക്കുക, സാമൂഹ്യ വിഭാഗങ്ങളെ അംഗീകരിക്കുക. അതിൻ്റെ കൂടെ ഭാഷകളെ ഗാന്ധി അംഗീകരിച്ചു. കോൺഗ്രസ് ഭാഷാ സംസ്ഥാനാടിസ്ഥാനത്തിൽ അവരുടെ ഘടകങ്ങളുണ്ടാക്കി. ഫെഡറലിസത്തിൻ്റെ ആദ്യ ഘടകങ്ങളെ ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. എല്ലാം ജനാധിപത്യത്തിൻ്റെ അവരല്ലേ. വോട്ടെടുപ്പ് എങ്ങനെയാണ് നടത്തുന്നത് ആദ്യം തെളിയിച്ചത് കോൺഗ്രസ് പാർട്ടിക്കകത്തല്ലേ. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അതറിയില്ല. ഇപ്പോഴത്തെ നമ്മളെ കോൺഗ്രസ്സുകാർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പിൽക്കാല കോൺഗ്രസ്സാണ്. മറ്റെങ്ങനെയാ? കോഴിക്കോട്ട് KPCCയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇറക്കാൻ എന്തായിരിക്കും നാട്ടിലൊക്കെ ആൾക്കാർ അന്വേഷിച്ചിരിക്കുക. മുഹമ്മദ് റഹ്മാൻ മത്സരിക്കുന്നുണ്ട്, EMS മത്സരിക്കുന്നുണ്ട്, കേളപ്പം പറഞ്ഞ 2 ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള മത്സരമുണ്ട്. ഇടതുപക്ഷ കോൺഗ്രസ് ജയിക്കുമോ അതോ പിന്നെ
വലതുപക്ഷ കോൺഗ്രസ് ജയിക്കുമോ, ചാലപ്പുറം ഗ്യാങ് ജയിക്കുമോ, ഇതൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പോഴാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ നമ്മുടെ ആ തലമുറയ്ക്ക് മനസ്സിലായത്. ഇപ്പോൾ നോക്കൂ, അന്ന് അങ്ങനെ കോൺഗ്രസ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ, ബഹുസ്വരത, ഈ ഫെഡറലിസത്തിൻ്റെ എല്ലാ ഘടകങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തു. പിൽക്കാലത്ത് നമ്മുടെ ഗവൺമെൻറ്റുകളുടെ പരാജയം, നയപരാജയങ്ങളിൽ നിന്ന് അവർ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ തുടങ്ങി. ആ അധികാരത്തെ പ്രധാനമായും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. നികുതി ഘടനയിൽ ആകെ കിട്ടുന്ന വരുമാനത്തെ വീതം വയ്ക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തെ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. വലിയ തർക്കമുണ്ടായൊരു വിഷയമാണ് അത്. അടിയന്തരാവസ്ഥ ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിലേക്ക് പോയപ്പോൾ കുറെ കൂടി അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഏറ്റവും അവസാനം GST വന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങളെത്തി. ഇപ്പം അതല്ലേ നടക്കുന്നത്? നികുതിയുടെ സിംഹഭാഗം ആരും കൊണ്ടുപോവുക? കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോവുക. എല്ലാ പ്രധാന നികുതി ഏതാണ്ട് നികുതി ഉയർത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം മുഴുവൻ പോയി. വിൽപ്പന നികുതി പണ്ടുണ്ടായിരുന്നു, പോയില്ലേ? എക്സൈസിൻ്റെ നേർപകുതിൻ്റെ പണ്ട് പോയില്ലേ, എടുത്തുകൊണ്ട് പോയില്ലേ അടിയന്തരാവസ്ഥ കാലത്ത്? ഇൻകം ടാക്സിലൊരു വിഹിതം ഇല്ലല്ലോ, മറ്റേലുണ്ടോ, പിന്നെ കസ്റ്റംസിലില്ലല്ലോ. ആകെ വിദേശ മദ്യത്തിൻ്റെ മേലെയും പെട്രോളിൻ്റെ മേലെയുള്ള ഒരു ചെറിയ നികുതി ഒഴിച്ച് വേറെ എവിടെ നികുതി ഉയർത്താനുള്ള അധികാരം പോലും സംസ്ഥാനങ്ങൾക്കില്ലല്ലോ. എങ്ങനെയാണ് സംസ്ഥാനം പിടിച്ചിരിക്കുക? കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങൾക്ക് പണ്ട് കടമെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ നിന്ന്. നിശ്ചിതമായ ചുരുങ്ങിയ പലിശയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കായിരുന്നു, അതോടെ പൂട്ടി. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു കൂടിയ പലിശയ്ക്ക്, അത് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴോ ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തി. അതല്ല ഇപ്പോൾ കേരളം അനുഭവിച്ചത്. കിഫ്ബി അതിനെ മറ്റേ കടമെടുപ്പ് പരിധിക്ക് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലേ? സംസ്ഥാനങ്ങളുടെ സാമ്പത്തികമായ നിലനിൽപ്പ് പൂർണ്ണമായി തർക്കില്ലേ. ഇപ്പം ഇന്നലെ നിർമ്മല സീതാരാമൻ തൻ്റെ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് അവതരിപ്പിച്ച വരുമാനത്തിൻ്റെ ഒരു പട്ടിക എടുത്തിട്ടുണ്ട്. എങ്ങനെ വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് നിർമ്മല സീതാരാമൻ? നികുതിക്ക് പുറമെയുള്ള കയ്യിലെ വരുമാനം എന്താ? ദേശാൽകൃത ബാങ്കിൻ്റെ കൂടുതലുള്ള പണം എടുത്താ, റിസർവ് ബാങ്കിൻ്റെ കൂടുതലുള്ള പണം എടുത്തതാ, ധനസ്ഥാപനങ്ങളിൽ നിന്നാ. ആ പണം കൂടി എടുത്തിട്ട് അവിടെ ഭരണം നിർവഹിച്ചിരിക്കുന്നത്. കാരണം മുതലാളിമാർക്കുള്ള ഫണ്ടുകൾ അവരുടെ കയ്യിൽ നിന്നുള്ള നികുതികൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ വിത്തെടുത്ത് കുത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റ അങ്ങനെ പോവാ. അങ്ങനെയൊക്കെ ഇവർക്ക് പണം ഉണ്ടാക്കാം. സംസ്ഥാനങ്ങളെ കുരുക്കിട്ട് വെച്ചു. പിന്നെയോ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റവും വലിയ തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഗവർണർമാരെ ദുർവിനിയോഗം ചെയ്യും. ഇങ്ങനെ ഒരു കാലം പണ്ടുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഗവർണറെയൊക്കെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. 65 ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് 60 നമ്മുടെ വിമോചന സമര കാലത്ത് 59 ചെയ്തിട്ടുണ്ട്. കേരളം നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുന്നതിൽ 967 തെരഞ്ഞെടുപ്പിലെ 9 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പരാജയത്തിന് ശേഷം വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കടത്തി വെട്ടിയില്ലേ? ഇപ്പം ആരാ ഗവർണർമാർ? എന്താ അവർ ചെയ്യാന്ന് ആർക്കറിയാം? ഇപ്പം കേരളത്തിലൊരു ഗവർണർ വന്നു. അത് ഗവർണർ ജോലി എന്താ? ആ അസംബ്ലി പാസ്സാക്കിയതിൻ്റെ അടിയിൽ ഒപ്പിടണം, നിയമത്തിൻ്റെ അടിയിൽ. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരിക്കലും ഒപ്പിടില്ല. നിയമസഭ പാസ്സാക്കി ബില്ല് കണ്ടാൽ അങ്ങനെ നോക്കിയിരിക്കുന്നത്, ചായ കുടിക്കുക, മുറുക്കുക, ബില്ലിലേക്ക് നോക്കുക, ഉറങ്ങുക. ഒരിക്കലും ഒപ്പിടില്ലോ. ഇയാൾക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നത് എന്തിനാ? ഒപ്പിടാനാ. ഒറ്റ ജോലിയുള്ളൂ, നിയമസഭ പാസ്സാക്കി കൊണ്ടുവന്നതിൽ ഒപ്പിടുക, സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നതിൽ ഒപ്പിടുക. ഒപ്പിടുന്ന ജോലി ഇല്ലാതെ വല്ല കൈകാര്യം ഈ ഗവർണർക്ക് ഉണ്ടാ. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊപ്പിടില്ല. 2 കൊല്ലം കാത്തിരുന്നിട്ട് കേസ് കൊടുത്തപ്പോൾ മുർമൂനയച്ചിരിക്കപ്പോൾ ഏത് കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കാനേ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരരഹിതമായി പെരുമാറിയിട്ടുണ്ടോ? ഭരണഘടനാ വിരുദ്ധമായി പെരുമാറിയിട്ടുണ്ടോ? ഭരണഘടനയ്ക്ക് അപ്പുറം പെരുമാറിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതല്ലേ ഫെഡറലിസത്തിനല്ലേ ഏറ്റവും വലിയ ആക്രമണമല്ലേ നടത്തിയിരിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഒരു ഗവർണർ റോട്ടിലിറങ്ങുക, ബാനർ വയ്ക്കുക. ആദ്യമായിട്ട് മനസ്സിലാക്കി ബാനർ വയ്ക്കാൻ ഗവർണർ പോകുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. പണ്ടൊക്കെ ഈ ഗവർണർ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ ഗവർണർ ഭഗവാൻ സഹായ് എന്നൊക്കെ പഴയ കുട്ടിക്കാലത്ത് കേട്ട പേരാ. കുറേ കാലം ഗവർണർ ഭരണം ഉണ്ടായ സംസ്ഥാനമായി കേരളം. വി ഗിരി നമ്മൾ ഗവർണർമാരായിരുന്നില്ല. ഇവരാരെങ്കിലും ബാനർ വയ്ക്കാൻ പോയോ? മിഠായി തെരുവ് കൂടി പോവുക, അലുവ വാങ്ങി തിന്നുക ഒരു ഗവർണർ. പിന്നെ ഈ കൊല്ലം ജില്ലയിൽ ഗുണമുണ്ട്, ഒരു പ്രത്യേകതരം കേക്ക് ഉണ്ട്. ആ കേക്കിൻ്റെ നടു ഇങ്ങനെ മുറിച്ചൊരു കേക്ക്. അത് ആ കേക്ക് ധാരാളം കിട്ടുന്ന സ്ഥലം ഈ കൊല്ലം ജില്ലയിലെ അങ്ങാടികൾ. അതൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകും.
ഇതാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ചിലവിൽ ഒരു കസേരയിട്ടിരുന്ന് ഒരു കേക്കും വാങ്ങി തിന്ന് മുറുക്കി അദ്ദേഹം പോയി. ഏത് ഗവർണർ, എന്ത് ജനാധിപത്യം, എവിടെയാണ് ഇത് നമ്മുടെ രാജ്യം കിടക്കണേ? കണ്ടില്ലേ കണ്ണിൻ്റെ മുന്നിൽ? ഒരു നാട് അതിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ വലതുപക്ഷം നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ട്. ഗവർണർ ആര് നിയമിക്കണ്ട? പ്രസിഡന്റാണെന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചു വരുന്ന ഈ ഗവർണറോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടാണോ? എന്താ ഇവിടെ നടക്കണേ? വലിയ തോതിലുള്ള നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറകളെ തകർക്കാനുള്ള വലതുപക്ഷ BJP ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. അവരൊരു സമ്മതിക്കണില്ല. അവർക്ക് അവരുടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് പോകാൻ അവർ ശ്രമിക്കുകയാണ്. അധികാരം നിലനിർത്തിക്കൊണ്ട് അവർ കൂടുതൽ അട്ടിമറി നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെ, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് നേരെ, മതനിരപേക്ഷതയ്ക്ക് നേരെ, അതിൻ്റെ നന്മകളെ തകർക്കുന്ന അട്ടിമറിക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ അജണ്ടയായി അവർ കാത്തുസൂക്ഷിക്കുന്നത്. കിട്ടിയ കേന്ദ്രഭരണം ആ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള വലിയ സംവിധാനമാക്കി അവർ മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ അത്യാപൽക്കരമായ ഒരു ചരിത്ര ഘട്ടത്തിൽ നമ്മളെല്ലാം ഇന്ന് ചെന്നെത്തിയിരിക്കുന്നു. ഇവിടെ തോറ്റുമടങ്ങണോ അതോ ഇതിനോട് പോരാടണോ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ദുരിതകാലത്ത് ഒരിടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട് കേരളത്തിൽ നിന്ന്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഗവൺമെൻറ്റിനെ അനുഭവിച്ച് അടുത്തറിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരാവർത്തനത്തിൻ്റെയും ആവശ്യമില്ല, ഒരു വിശദീകരണവും വേണ്ട. ഇങ്ങനെ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്. ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ എന്താണ് ഈ ഗവൺമെൻറ്? ലോകത്തെ വീതം വെച്ച ധനമുതലാളിത്തം, അതിൻ്റെ സാമ്പത്തിക വിനിമയ വിതരണ രീതികളെ സംബന്ധിച്ച് വിവിധ സാമ്പത്തിക പഠന ഗവേഷണ സ്ഥാപനങ്ങൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, അവർ തമ്മിലുള്ള സംവാദം, എങ്ങനെ ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ ഭരണനിർവഹണം, ധനവിനിയോഗം, ഫിസ്ക്കൽ മാനേജ്മെൻ്റ് ഒക്കെ നടത്തും എന്ന് സംബന്ധിച്ചുള്ള ഒരുപാട് സംവാദം ലോകത്ത് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികവാർന്ന തരത്തിൽ സംസ്ഥാന അധികാരത്തെ വിനിയോഗിച്ച നാടാണ് കേരളം. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം, ലെനിനു ശേഷം ലെനിനിസത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും നന്നായി പ്രയോഗത്തിൽ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ്. മഹാനായ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 1957 തുടങ്ങിയ ആ ഗതിമാറി സഞ്ചാരം മലയാളിയെ വിശ്വപൗരനാക്കിയിരിക്കുകയാണ്. ലോകത്താരോടും കിടപിടിക്കാൻ കഴിയുന്ന സാമൂഹ്യ മുന്നേറ്റങ്ങളിലേക്ക് നമ്മളെ വളർത്തിയിരിക്കുക. യോഗിയുടെ ഉത്തർപ്രദേശിൽ 1000 പ്രസവത്തിൽ 64 പേര് മരിക്കും. യോഗിയുടെ ഉത്തർപ്രദേശിൽ അവിടെയാണല്ലോ വലിയ മുന്നേറ്റം. 49 പേര് ആ ഗുജറാത്തിൽ, അവിടെയാണല്ലോ മോദി തുടങ്ങിയത്. 1004 പേര് മരിക്കുന്ന ഒരു സംസ്ഥാനം, 4 ശിശുമരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അമേരിക്കയിൽ 6 ശിശുമരണം നടക്കും, ചൈനയിൽ 6 ശിശുമരണം നടക്കും. 4 പേർ മാത്രമേ കേരളത്തിൽ മരിക്കുന്നുള്ളൂ. ലോകത്ത് 1-ാം സ്ഥാനത്താണ് ഈ നാട് നിൽക്കുന്നത്. അതാണ് കേരളം. എത്ര 1-ാം സ്ഥാനങ്ങളാണ്? ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമല്ലേ? ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസമല്ലേ? അതിനെ മികച്ചതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ മികച്ചതാക്കാനാ. എന്താ ഇന്നത്തെ സ്ഥിതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലപ്പെട്ടിട്ടുണ്ട്. സമയത്തിൻ്റെ കുറവുണ്ട്, എല്ലാത്തിനും ഞാൻ പോണില്ല. വലിയ അടിച്ചമർത്തലുകളുണ്ട്. അപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കല്ല. ഉക്രൈനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്നേ നിരോധിച്ചു പോയി. സോവിയറ്റിൽ നിന്ന് വേർപെട്ട കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നില്ല. റിവാൾ ചുറ്റിയോ പോലും ഒന്ന് കാണിക്കാനൊരു സമ്മതിക്കില്ല. അങ്ങനെയാ. എത്രയോ അടിച്ചമർത്തലുകളില്ലേ? പല രാജ്യങ്ങളിലും അടിച്ചമർത്തുക. എന്നോട് കമ്മ്യൂണിസം ഇല്ലാതെയോ? ഇല്ല. ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരം അടിച്ചമർത്തലുകൾ അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുകയാണ്. എല്ലായിടത്തും പ്രവർത്തിക്കുക. ഈ പ്രദേശങ്ങളിലൊക്കെ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ശക്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഓരോന്നോരോന്നൊത്ത് ഒരു താരതമ്യത്തിരിക്കാൻ പോകുന്നില്ല. അത് നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ സവിശേഷത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റുണ്ട്. ഇന്ത്യ മുഴുവൻ വലതുപക്ഷവൽക്കരിക്കപ്പെടുമ്പോഴാണ് മതന്യൂനപക്ഷത്തിനു നേരെ ഏറ്റവും വലിയ കടന്നാക്രമണം നടക്കുന്ന ഈ സന്ദർഭത്തിൽ
ന്യൂനപക്ഷത്തിന് ഏറ്റവും വലിയ സംരക്ഷണം കൊടുക്കുന്ന ലോകത്തെ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിവിടെയാണ്. വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കുമ്പോൾ സർവകലാശാലയിലേക്ക് പ്രവേശനം തന്നെ സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന ഒരു കാലത്ത് നമ്മളെവിടേക്കാണ് പോണേ? മികച്ചതാവുകയാണ് പൊതുവിദ്യാഭ്യാസം. സർവകലാശാലയെ വിശ്വോത്തരമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ സമീപനമാണ്, സാമ്പത്തിക സമീപനമാണ് എന്ത്? നൈപുണ്യ വികസനം. പുതിയ തലമുറയുടെ നൈപുണ്യ വികസനം ഇന്നത്തെ ലോക സാമ്പത്തിക സമീപനമാണത്. ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം, ഏറ്റവും മികച്ച നൈപുണ്യ വികസനം ഉറപ്പാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ ഘടന, ഇത് രണ്ടും ഉറപ്പിച്ചുകൊണ്ട് ആധുനിക മുതലാളിത്ത പ്രതിസന്ധിയുടെ സമകാലത്ത് അതിനെ മുറിച്ചു കടക്കാനുള്ള മനുഷ്യരാശിയുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ധനശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ ദിശയിലേക്ക് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സംസ്ഥാനം എന്നത്. എത്രയോ തലമുറക്ക് വേണ്ടിയാണ്. ഇന്നല്ല അനേകം മുന്നോട്ട് ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാവി തലമുറക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച വീക്ഷണമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെത്. എന്തൊരു മികച്ച ഗവൺമെൻറ്റാണിത്! എന്തൊരു മികച്ച ജീവിതാവസ്ഥയാണിത്! ഇവിടെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അത് തന്നെയാണ്, വെറുതെ ഉണ്ടാവുന്നതല്ല ഇത്. എല്ലാ അഗ്നിപരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സൻ ലെനിനിസത്തിൻ്റെ സംഘടനാ രീതികളെ കൃത്യമായി പ്രായോഗികമാക്കിക്കൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും അടിത്തറ കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള ഉജ്ജ്വലമായ ദൈക്ഷണികമായ മാനസികമായ ഐക്യമാണ്. ഐക്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഏറ്റവും ശരിയായ പ്രത്യയശാസ്ത്ര വീക്ഷണമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടി, തൊഴിലാളികളോടും കൃഷിക്കാരനോടും പക്ഷപാതിത്വം പുലർത്തുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗരിമയ്ക്ക് അല്പവും കോട്ടം സംഭവിക്കാതെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാത്തുസൂക്ഷിച്ച കേരളത്തിലെ ജനങ്ങളുമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അത് ആ കരുത്തിൽ നമുക്ക് ലെനിനിസത്തിൻ്റെ ശരിയായ ഒരു പ്രയോഗ പാഠശാലയാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞതാണ് ഏറ്റവും വലിയ നേട്ടം. ഇന്നിവിടെ നടക്കുന്നത് എന്താ? അതിനെ തകർക്കലാണ്. ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കാണണ്ട. ഇന്നൊരു സമാധാനമുണ്ട്. എന്താണ്? ഒരു ആനേനെ കണ്ടു ഞാൻ ടി വിയിൽ, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പിന്നെ വീണേയിരിക്കും. മനസ്സിലായില്ലേ? ഇന്നലെ മുഴുവൻ വീണേന് വെറുതെ പിണറായിൻ്റെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ആന വന്നുകൊണ്ട് ഇറക്കണില്ല. എന്താ സ്ഥിതി? എങ്ങനെ ആക്രമണം? നയങ്ങളെ ആക്രമിക്കാൻ കഴിയുമോ? ഇതിനെ ആകെ ആക്രമിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നമ്മൾ ഇതിനെ പിടിച്ചെടുത്തപ്പോൾ ഇതിനെ തകർക്കാൻ അവിടുന്ന് കേന്ദ്രം മുഴുവൻ ശ്രമിക്കുക. മുഴുവൻ വലിയ അജണ്ടയാ. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്നുള്ളത് ഒരു സാമ്രാജ്യത്വ അജണ്ടയാണ്. അത് മുതലാളിത്തത്തിൻ്റെ അജണ്ടയാണ്. അത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ അജണ്ടയാണ്. ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. ആ അജണ്ടയുടെ കൂടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. എന്തൊരു ആക്രമണമാണ് ഈ പ്രസ്ഥാനത്തിന് നടക്കുന്നത്! എന്തൊരാക്രമണമാണ്! ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം അക്രമങ്ങളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞല്ലോ. സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇല്ലാന്നും പറയണ്ട, അതോടെ നടക്കുകയാണ്. പക്ഷേ കേരളത്തിലത് ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ നല്ല ജാഗ്രത വേണം നമുക്ക്. ഒരു കാരണവശാലും ഈ വലിയ വെല്ലുവിളിയുടെ മുന്നിൽ ഒരിഞ്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറകോട്ട് പോകില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ചരിത്ര മുഹൂർത്തമാണ്. ലോകത്തിനോട് നമുക്ക് പറയണം, ഞങ്ങളിവിടെ തോൽക്കില്ല. ഇവർ പല അജണ്ടയും കൊണ്ടുവരും. നമ്മൾ മനസ്സിലാക്കണം, ലെനിൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് എന്ന്. ആ ക്ഷമ എന്തിനു വേണ്ടിയുള്ളതാണ്? ആ ക്ഷമ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ശരി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. വലിയ തോതിലുള്ള തെറ്റുകളും കളവുകളും ഇവിടെ വിറ്റഴിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? വലിയ കോർപ്പറേറ്റുകളുടേതാണ് ആ മാധ്യമങ്ങൾ. അതിലൊക്കെ പണം മുടക്കിയിരിക്കുന്നത് വലിയ മുതലാളിമാരാ. വായിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് അക്ഷരം പോലും മര്യാദയ്ക്ക് അറിയില്ല. അവിടുന്ന് എഴുതി കൊടുത്ത് വായിക്കുന്നത് പല പെൺകുട്ടികളും പറയുന്നത് കേൾക്കുമ്പോൾ ആ പ്രവർത്തകൻ പറയുന്നത് അക്ഷരസ്ഫുടത ഉണ്ടാവില്ല, പലപ്പോഴും അക്ഷര തെറ്റ്. അക്ഷരം കൂടി അറിയാത്തവരാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ കളവുകൾ ഇങ്ങനെ പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പണത്തിൻ്റെ ഊക്ക വലിയ ആക്രമണം വരികയാണ്. അപ്പോൾ നല്ല ജാഗ്രത വേണം നമുക്ക്. പെശക് പറ്റിയാൽ പോവും. പെശക് പറ്റിയാൽ ലെനിൻ്റെ പാർട്ടി പൊട്ടിപ്പോയി. സൂക്ഷ്മതയില്ലെങ്കിൽ പോവും. ലെനിൻ്റെ പാർട്ടി തോറ്റില്ലേ? ഇല്ലാതെ ഇല്ലേ?
ലെനിൻ്റെ പാർട്ടിയാണ്. ശരിയായ രാഷ്ട്രീയത്തിൽ നിന്ന് സ്റ്റാലിന് ശേഷം കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ലെനിൻ്റെ പാർട്ടിക്ക് പറ്റിയ പെശകുകളുടെ സ്വാഭാവികമായ വളർച്ചയുടെ ഒരവസ്ഥയിലാണ് ലോക സാമ്രാജ്യത്വത്തിന് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത്. സോവിയറ്റ് യൂണിയൻ തകർന്ന 1991 25-ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്ത് ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടായി. സോവിയറ്റ് യൂണിയനെക്കുറിച്ച്, സോവിയറ്റ് അനുഭവങ്ങളെക്കുറിച്ച്, സോവിയറ്റ് യൂണിയൻ തകരാനിടയായ കാരണങ്ങളെക്കുറിച്ച്. എത്ര സിസ്റ്റമാറ്റിക്കാണ്. അന്ന് നമ്മുടെ പാർട്ടിയാണെന്ന് ശരിയായൊരു വിശകലനം അന്ന് നടത്തിയത്. നമ്മുടെ 13-ാം പാർട്ടി കോൺഗ്രസ്, ഇവിടെ 14-ാം പാർട്ടി കോൺഗ്രസ് മദ്രാസിൽ നല്ലൊരു വിശകലനം നടത്തേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ രേഖ, അക്കാലത്ത് അംഗീകരിച്ച പ്രത്യയശാസ്ത്ര രേഖ, ചില കാര്യങ്ങളെ പറഞ്ഞുള്ള രേഖ. പക്ഷേ 25 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ പാർട്ടി തന്നെ പ്രസിദ്ധീകരിച്ച അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ നമ്മുടെ പാർട്ടി കുറേ കൂടി സൂക്ഷ്മമായി അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും പഠനങ്ങളും നടത്തി. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ എത്ര വലിയ രൂപത്തിലാണ് ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ, സംഘടനാ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധമില്ലാതെ കീഴടങ്ങിയത് ഗോർബച്ചേവിൻ്റെ കാലത്ത് എന്ന് പിൽക്കാലത്ത് ആ അനുഭവങ്ങളുടെ ഒരുപാട് എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാം എന്ന് സംബന്ധിച്ച് റിവിഷനിസം അതിലേക്ക് എങ്ങനെ തള്ളിക്കയറും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ കണ്ടതിനേക്കാൾ എത്രയോ വലിയ ഗൂഢാലോചനകളാണ് അതിനെ തകർക്കാൻ നടത്തിയത് എന്ന് ആ പഠനം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂക്ഷിക്കണം. ആ പഠനം വായിച്ച് മിണ്ടാണ്ടിരുന്നാൽ പോരാ, നമ്മളെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. നല്ല ജാഗ്രത വേണം. തൊട്ട് മുന്നിൽ കണ്ടത് വെച്ചിട്ട് നിൽക്കണ്ട. ഇതൊരു വല്ലാത്ത ചരിത്ര സന്ദർഭമാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ, നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങളെ, ജനാധിപത്യ മൂല്യങ്ങളെ ഒക്കെ തന്നെ സംരക്ഷിച്ചു നിർത്തണം. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട ഉന്നതമായ മാനുഷിക മൂല്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാമുന്നേറ്റങ്ങളും അതുവഴി മനുഷ്യരാശിയുടെ ചരിത്രത്തിലേക്ക് കേരളം നൽകിയ മഹാസംഭാവനകളും നിലനിർത്തുകയും വളർത്തുകയും വേണം. ഇതിനെല്ലാം ലെനിൻ്റെ പാർട്ടി അതിശക്തിയോടുകൂടി കേരളത്തിൽ അതിൻ്റെ കെട്ടുറപ്പോടുകൂടി, ദൈക്ഷണിക കരുത്തോടുകൂടി, പ്രത്യയശാസ്ത്ര ഉള്ളടക്കത്തോടുകൂടി, വലിയ ഐക്യത്തോടുകൂടി, സമരോത്സുകതയോടുകൂടി ഈ ദുരിതകാലത്തിൻ്റെ വളവുതിരിവുകളെ തിരിച്ചറിഞ്ഞ് നേർരേഖയിൽ നയിക്കാൻ കഴിയുന്ന വളരെ സമർപ്പിത ബുദ്ധിയുള്ള സാധാരണ ഏറ്റവും നല്ല പുത്രീപുത്രന്മാർ, മലയാളികൾ, കേരളീയർ കമ്മ്യൂണിസ്റ്റുകാരാവും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നാളെ സൃഷ്ടിക്കുക എന്ന ഉജ്ജ്വലമായ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ തിളങ്ങുന്ന പേരാണ് സഖാവ് ലെനിൻ. ലെനിനെ ഓർത്തുകൊണ്ട് ആ ചരിത്ര ദൗത്യം നിർവഹിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി പാലക്കാട് ഏരിയ സെക്രട്ടറി സഖാവ് കൃഷ്ണൻകുട്ടി സാർ.